സോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. ഇന്നത്തെ ദിവസം ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. പക്ഷേ അവന ടീച്ചർ വളരെ മനോഹരമായ ഒരു വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിക്കും. അതിലെല്ലാം ഉണ്ട് എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. മാമിൻ്റെ ടൈറ്റിൽ അനുസരിച്ച് ദ പവർ ഓഫ് ലാംഗ്വേജ് ഏത് തരത്തിലും അല്ലെ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ഈ പൊളിറ്റിക്സിൽ പോലും അതിൻ്റെ പവർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ തീർച്ചയായിട്ടും മനസ്സിനും ശരീരത്തിനും ഒക്കെ പ്രയോജനകരമായ ഒരു വിഷയത്തിലൂടെ ഊന്നി നമുക്കും യാത്ര ചെയ്യാം. സോ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവന ടീച്ചർ യു ആർ വെൽക്കം. താങ്ക് യു സർ. ഞാൻ വളരെ പ്രിയപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ ആൾക്കാരും തന്നെ ഒരു റിട്ടയർമെന്റിന് ശേഷമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ പബ്ലിക്കിൽ കാണുമ്പോൾ പല സ്ഥലത്തും പല വീടുകളിലും ഈ റിട്ടയർമെന്റിന് ശേഷം ആളുകൾ പെട്ടെന്ന് അങ്ങ് തകർന്നു പോകുന്നത് കാണാം. അപൂർവ ആളുകളെ പിടിച്ചു നിൽക്കുന്നുള്ളൂ, മെന്റലിയും ഫിസിക്കലിയും. അപ്പം അതൊരു ഭയങ്കര, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പ്രത്യേക കാരണമൊന്നുമില്ലാതെ എക്സ്പോഷർ കുറയുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, വല്ലാതെ തകർന്നു പോകുന്ന കാണുമ്പം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അപ്പം ഞാനും ഒരു റിട്ടയർഡ് പേഴ്സണാണ്. അപ്പം ഞാനും റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്നൊരു തീരുമാനമില്ലാതെ ഇരുന്നപ്പോൾ, ഒന്നും ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് 24 മണിക്കൂറിൽ കുറച്ച് നേരമൊക്കെ ഫോണിൽ കളിക്കാം. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മടുക്കും. നമുക്ക് സ്ഥിരമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ എല്ലാം സന്തോഷത്തോടെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പം സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ്, പാഷൻ. അപ്പം ഞാൻ ആദ്യം ഷെയർ ചെയ്തേക്കട്ടെ സാറേ. ഷെയർ ചെയ്തു. കാണാമല്ലോ സാറേ? കാണാം. ഓക്കെ. അപ്പം പതിവ് പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതൊന്ന് വായിച്ചേക്കാവോ സാറേ? ആ ഫോട്ടോയുടെ എഡിറ്റ് ആയതുകൊണ്ട് കാണത്തില്ല. ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ സർ, താങ്ക് യു സർ. നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമ്മുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ് രക്ഷിതാക്കളാണ്. അത് ന്യൂ ലാംഗ്വേജ്, ന്യൂ ലൈഫ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ലാംഗ്വേജ്, നമുക്കൊരു പുതിയ ജീവിതമാണ് എന്നാണ്. അതൊരു പേർഷ്യൻ പ്രോവർബാണ്. ഓരോ ലാംഗ്വേജിലും, ഓരോ ഭാഷയിലും ഓരോ ജീവിതമാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു ഭാഷ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഒരാളാണ്. നമുക്ക് 2 ഭാഷ അറിയാവുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടാളാണ്. രണ്ട് തരത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ആ തൂണ്. ഞാൻ ആദ്യം റിട്ടയർ ചെയ്ത പാടെ ചെടികൾ നടുന്ന പരിപാടിയിലേക്ക് ഇറങ്ങി. ദ ലവ് ഓഫ് ഗാർഡനിങ് വിൽ ടീച്ച് യു പേഷ്യൻസ് ആൻഡ് ഗീവ് ഹോപ്പ് ഫോർ ന്യൂ ബിഗിനിങ്. നമുക്കൊരു ഓരോ ദിവസവും നമുക്കെന്നും പോയി നോക്കാനും മുന്നോട്ട് നമ്മളെ നയിക്കാനും ഈ ചെടി നടുന്ന അല്ലെങ്കിൽ ചെടിയുമായിട്ടുള്ള ബന്ധം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ എൻ്റെ ചെടികളാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഇവിടെ ഉണ്ട്. അതൊക്കെ ആ സമയത്ത് കിട്ടിയതാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അങ്ങേരുടെ സഹോദരൻ അച്ഛനാണ്, ആഫ്രിക്കയിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള തണ്ട് കൊണ്ടു തന്നതാണ്.
ഇത് ഈ ചെടികളൊക്കെ നട്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ കൈ 25 കൊല്ലം മുമ്പൊന്ന് ഒടിഞ്ഞതാണ്. അതിൽ കമ്പി ഇട്ടിട്ടുണ്ട്. ആ കമ്പി അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഞാനതിനെ മൈൻഡ് ചെയ്യാതെ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ മാക്സിമം അതുവരെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ചെടിച്ചട്ടി മാക്സിമം എടുത്ത് പൊന്തിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ എൻ്റെ കൈ പഴുത്തു. അപ്പോൾ എനിക്കത് മുന്നോട്ട് ആ പണി ചെയ്യാൻ പറ്റാതെയായി. നമ്മൾ ചെടിയിൽ ഇറങ്ങിയാൽ ചട്ടി എടുത്ത് പൊക്കേണ്ടി വരും. അപ്പം ആ പണി ചെയ്യാൻ പറ്റാതെയായി. അപ്പം ദ കീ ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ഐ ക്യാൻ ഡു അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ്. ഇത് ഇങ്ങനെ ഒരു ഡിലേമ അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അവിടെ കൊണ്ട് നമ്മൾ നിർത്തി, അല്ലെങ്കിൽ എൻ്റെ കൈ പഴുത്തല്ലോ, എനിക്ക് ചെടി നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് വേണമെങ്കിൽ എനിക്ക് മാറി നിൽക്കാം. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് ഞാൻ ആലോചിച്ചു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്താ അങ്ങനെയായിപ്പോയി? ചെറുതും വലുതുമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകും. ചെറിയ ഇപ്പൊ ഈ ആടുകൾ അതിലെ ഒരു കയറ് കെട്ടിയതിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഓരോ ആടും ഓരോ രീതിയിലാണ് ചെയ്തത്. അവസാനം വന്ന ഒരാടാണ് ആ കയറൊന്ന് അഴിച്ചു കളഞ്ഞേച്ച് കടന്നുപോയത്. അങ്ങനെ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരു പ്രതിസന്ധി വരുമ്പം ഓരോരുത്തരും പ്രതികരിക്കുക പല രീതിയിലാണ്. അപ്പം once you learn how to create your own happiness, no one can take it from you. നമ്മുടെ സന്തോഷം നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, കരഞ്ഞിരുന്നാൽ മതിയോ അതോ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള വഴി കണ്ടെത്തേണ്ടതും നമ്മൾ തന്നെയാണ്. ദ പവർ ഓഫ് ലാംഗ്വേജ്. ഇത് ഇവിടുന്ന് ഞാൻ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇതിലേക്ക് മാറാൻ ദൈവത്തിൻ്റെ ഒരു കരുതലും ഉണ്ടായിരുന്നു എൻ്റെ മേലെ. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിരുന്നു. ഞാൻ NCERTയുടെ BEd കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് നന്നായി സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്യും. അങ്ങനെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് ഗവൺമെൻറ് സർവീസിൽ മലയാളം മീഡിയത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ലാണ്ടായി. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ വിട്ടുകളഞ്ഞു. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നൊന്നും, ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. ബൈ ചാൻസിൽ ഞാനൊരു പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ മെനക്കെടുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത കുറേ ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് പേഴ്സണലി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണെന്നൊന്നും ടീച്ചർ ചോദിക്കണ്ട, ഇംഗ്ലീഷ് സംസാരിച്ചേ ഞങ്ങൾ അടങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു നിർബന്ധ ബുദ്ധിയും എന്താ പറയുക, അത്രയും നിർബന്ധ ബുദ്ധിയോടെ അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും എന്നാ അങ്ങനെ ചെയ്തൂടെ. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് തിരിച്ചെടുക്കാമല്ലോ. ഇംഗ്ലീഷൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലെ ആയിരുന്നു. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി. അങ്ങനെ ഞാനും ഈ ഇംഗ്ലീഷ് ഭാഷ വളരെ പുവറായിട്ടിരിക്കുന്ന സമയത്ത് കുറേശ്ശെ ഇംഗ്ലീഷ് പഠിക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ ഭാഷയുടെ ശക്തി, ലാംഗ്വേജ് ഈസ് ദ റോഡ് മാപ്പ് ഓഫ് എ കൾച്ചർ. ഇറ്റ് ടെൽസ് യു വാട്ട് പീപ്പിൾ കം ഫ്രം, വേർ പീപ്പിൾ കം ഫ്രം ആൻഡ് വേർ ദേ ആർ ഗോയിങ്. നമ്മൾ ഒരു ഭാഷ എന്ന് പറയുന്നത്
അതിൻ്റെ ചരിത്രവും മൂല്യങ്ങളും സംസ്കാരവും എല്ലാം ആ ഭാഷയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ യു ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് വൺ ലാംഗ്വേജ് അൺടിൽ യു അണ്ടർസ്റ്റാൻഡ് അറ്റ്ലീസ്റ്റ് ടു. നമുക്ക് ഒരു ലാംഗ്വേജേ അറിയത്തുള്ളെങ്കിൽ, നമുക്ക് നമ്മുടെ മാതൃഭാഷ മാത്രമേ അറിയുള്ളെങ്കിൽ നമുക്ക് ആ ഭാഷയുടെ മഹത്വം മനസ്സിലാവില്ല. നമുക്ക് ഒരു ഭാഷയും കൂടി അറിയാമെങ്കിലേ നമ്മൾ ആ വേർഡ്സ് തമ്മിൽ താരതമ്യപ്പെടുത്തുക, അങ്ങനെയൊക്കെ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. നമുക്ക് ആ രണ്ട് ഭാഷയും തമ്മിൽ നമുക്കൊരു കമ്പാരിസണും ഒക്കെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ ഭാഷ അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടോ സർ? റോയ് സാർ, യെസ് യെസ്. എത്ര ഭാഷ അറിയാം മാം? 3 ലാംഗ്വേജ് അറിയാം. 3 ഭാഷ അറിയാം. എന്തൊരു ആഹ്ലാദത്തോടെ, എന്തൊരു ഗംഭീരമായിട്ടാണ് 3 ഭാഷ അറിയാമെന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു അഭിമാനമാണത്, ഒന്നിൽ കൂടുതൽ ഭാഷ അറിയാമെന്നുള്ളത്. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതും ഒരു സത്യമാണ്. മോട്ടിവേഷൻ ടു ലേൺ ലാംഗ്വേജ്. നമുക്കൊരു വേറൊരു കാര്യം ചെയ്യാൻ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതല്ലാത്ത വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാഷൻ കണ്ടെത്തുന്നു. അതിനുവേണ്ടി നമ്മളൊരു മോട്ടിവേഷൻ, നമുക്കൊരു ഒരു ഉത്സാഹം ഉണ്ടാവേണ്ടതുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അതവിടെ തന്നെ കെട്ടുപോകും. ബി ഹാപ്പി നോട്ട് ബിക്കോസ് എവറിത്തിങ് ഈസ് ഗുഡ്, ബട്ട് ബിക്കോസ് യു ക്യാൻ സീ ദ ഗുഡ് ഇൻ എവറിത്തിങ്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് എല്ലാം നന്നായിരിക്കുമ്പോഴല്ല, ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലാംഗ്വേജ്, പിന്നെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈ തേനീച്ച, എല്ലാ പ്രകൃതിയിൽ നോക്കിയാൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗം ജീവജാലങ്ങളും എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ തേനീച്ചയുടെ ഈ ഒന്നാമത്തെ ആ ചിത്രത്തിൽ കാണുന്ന ഫിഗർ 1 റൗണ്ട് ഡാൻസ് ആണ്. അതൊരു ഡാൻസ് ചെയ്തുകൊണ്ടാണ് തേനീച്ച സംസാരിക്കുന്നത്. ഈ റൗണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ, അവർ തേൻ എവിടെയെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, പിന്നെ അടുത്താണ് തേനെങ്കിൽ റൗണ്ട് ഡാൻസ് കളിക്കും. അത് ഏത് ഭാഗത്താണെന്നും മറ്റുള്ള തേനീച്ചകൾക്ക് മനസ്സിലാവും. ഫിഗർ 2 വാഗിൾ ഡാൻസ്. അത് വാഗിൾ ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസാണ്. അത് അതിൻ്റെ വാല് ഒരു പ്രത്യേക തരത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാൻസാണ്. അത് ദൂരെ ആയിരിക്കും തേന്. അതിൻ്റെ ദിശയും തേൻ ഏത് ഭാഗത്താണുള്ളതെന്നും ഈ ഡാൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണുന്നുണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ അമർജ്യോതിമ? കമന്ററി അല്ലെ? കമന്ററി. എങ്ങനെ? കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാളായിരിക്കണമെന്ന് വിചാരിക്കുന്നു. വൈഫ് ഹെൽപ്സ് ബ്ലൈൻഡ് ഹസ്ബൻഡ്. ഹസ്ബൻഡിന് കണ്ണ് കാണത്തില്ല, അപ്പം പിന്നെ വൈഫ് ഹസ്ബൻഡിന് അതിൻ്റെ കമന്ററി പറഞ്ഞു കൊടുക്കുക. സാർ, താങ്ക് യു സാർ. ലാംഗ്വേജ് പലതരത്തിലുണ്ട്. റിട്ടൺ ലാംഗ്വേജ്, സ്പോക്കൺ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, ലിസണിങ് ലാംഗ്വേജ്. റിട്ടൺ ലാംഗ്വേജ് നമ്മൾ കത്ത് എഴുതാറുണ്ട്, പുസ്തകം, ലേഖനങ്ങൾ, ഇതൊക്കെ റിട്ടൺ ലാംഗ്വേജിൽ വരും. സ്പോക്കൺ ലാംഗ്വേജ് നമ്മൾ സംഭാഷണം, ക്ലാസ് എടുക്കുന്നതും ഒക്കെ സ്പോക്കൺ ലാംഗ്വേജിൽ പെടും. ബോഡി ലാംഗ്വേജ് നമ്മൾ ഒരു നോട്ടം കൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാൻ പറ്റും. മുഖത്ത് ഭാവവ്യത്യാസം വരുത്തി കൈ ചൂണ്ടി ഒക്കെ നമ്മൾ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമ്മൾ സംസാരിക്കും. ലിസണിങ് ലാംഗ്വേജ്, ലാംഗ്വേജിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭാഗമാണ് ലിസണിങ്. അപ്പം കേൾവി. ഇത് 4നും ഒരേ തുല്യ പ്രാധാന്യത്തോടെയാണ് നമ്മൾ ലാംഗ്വേജ് കൊണ്ടുനടക്കുന്നത്. നമുക്കിനി ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ലെറ്റ് us സ്റ്റഡി ഇംഗ്ലീഷ്. ഡെവലപ്പ് എ പാഷൻ ഫോർ ലേണിംഗ്. ഇഫ് യു ഡു, യു വിൽ നെവർ സീസ് ടു ഗ്രോ. നമ്മൾ ആ പാഷൻ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ദിവസം
പിന്നെ ഇതിനോട് താല്പര്യമൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ ഇടും. പക്ഷെ ആ പാഷൻ നമ്മൾ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ആ പാഷൻ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വളർച്ച നിന്ന് പോവുകയില്ല. ഫോളോ യുവർ പാഷൻ. നമ്മളെപ്പോഴും നമ്മുടെ ഈ പാഷൻ 100% അവിടെ നിലനിർത്തണം. ഡോൺ ഡിസ്റെസ്പെക്ട് യുവർ പൊട്ടൻഷ്യൽ ബൈ പ്രൊക്രാസ്റ്റിനേറ്റിംഗ്. എന്തിനാണ് എനിക്ക് ഇനി ആവശ്യമില്ല, എന്നെ കൊണ്ട് ആവൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പം നമ്മളെ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് നമ്മളെ തന്നെ വളരെ കഴിവ് കുറഞ്ഞ ആളായിട്ട് കണ്ട് നമ്മളിത് നീട്ടി വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇത് നടക്കില്ല. ഈ ഡോൺ ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. അപ്പം ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള വാക്കാണിത്. ഡോൺ ഗിവ് അപ്പ്. നമ്മൾ തുടങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ വിട്ടുകളയരുത്, നിർത്തിവെക്കരുത്. നെവർ ഗിവ് അപ്പ്. ഒരിക്കലും നമ്മൾ നിർത്തിവെക്കരുത്, ഒരിക്കലും കൈവിടരുത്. ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണം. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ലേൺ, നോ വൺ ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് ടു ലേൺ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അമർജ്യോതിമ രണ്ടാമത്തെ ഒന്ന് വായിക്കാവോ? Slow progress is better than no progress. Stay positive and don't give up. നമ്മൾ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ പ്രോഗ്രസ് ഒന്നും ആയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ എന്താണ് വെറുതെ കുറെ ദിവസമായി മെനക്കെടുന്നു, ഒന്നും ആയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അല്ല, നമുക്ക് സ്ലോ പ്രോഗ്രസ് ഉണ്ട്. അത് ഒരു പ്രോഗ്രസ്സും ഇല്ലാത്തതിനേക്കാളും ബെറ്ററാണ്. പ്രോഗ്രസ് നമുക്കുണ്ട്. നമ്മളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ് ബൈ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അവർ ഡിഫറൻസസ് ദാറ്റ് മേക്ക് അസ് യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ചിലപ്പം UK പോയി കുറേ നാൾ താമസിച്ച ഒരാളായിരിക്കും നമ്മുടെ അപ്പുറത്തുള്ള ആൾ. അയാളുമായിട്ട് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങി, നമ്മൾ കമ്പയർ ചെയ്താൽ പറ്റില്ല. അല്ലെങ്കിൽ ഒരുപാട് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ആ കുട്ടിയായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താൻ പാടില്ല. അപ്പം നമ്മൾ യുണീക്കാണ്, നമ്മുടെ കഴിവുകളും ഡിഫറെൻ്റ് ആണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, നോ വൺ ക്യാൻ പ്ലേ യുവർ റോൾ ബെറ്റർ ദാൻ യു. നമ്മൾ ചെയ്യുന്ന പോലെ ഒരു കാര്യം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നമ്മൾ വിചാരിക്കും നമുക്കൊരു കഴിവുമില്ല, നമ്മളൊന്നിനും കൊള്ളില്ല, നമ്മൾ വളരെ കുറഞ്ഞ ആളാണ് എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രോങ്ങറാണ് നമ്മൾ ശക്തരാണ്. നമുക്കുള്ള കഴിവ് മറ്റുള്ളവർക്കില്ല. ടുഗദർ വി അച്ചീവ് മോർ. ഇനി ഒറ്റയ്ക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കൂട്ടി ഒരുമിച്ച് ചെയ്യാം. അപ്പം നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഏതൊരു പാഷനായാലും അങ്ങനെ തന്നെയാണ്. ആ പാഷൻ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കുറെ ടാക്ടിക്സ് ഉപയോഗിക്കാം. മിസ്റ്റേക്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ലേണിംഗ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. ആ മിസ്റ്റേക്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ലേണിംഗ്. പ്രത്യേകിച്ച് പഠന കാര്യത്തിൽ ഏതൊരു മിസ്റ്റേക്കും നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ്. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു വാക്കിന്റെ സ്പെല്ലിങ് തെറ്റി, അത് നമ്മൾ തെറ്റിയോ എന്ന് സംശയം തോന്നി നമ്മൾ വീണ്ടും അത് നോക്കി രണ്ടാമത് അത് എഴുതുമ്പോഴത്തേക്ക് നമ്മളത് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ നമുക്കത് പിന്നെ തെറ്റില്ല. ഒരിക്കൽ തെറ്റിയത് പിന്നെ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ പഠനം ഉറക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് ആസ് ലോങ് ആസ് യു ലേൺ ഫ്രം ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കുവാകുമ്പോൾ ആ മിസ്റ്റേക്ക് നമുക്ക് ശക്തിയാണ്. ആസ്ക് യുവർ സെൽഫ് വാട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദെൻ ഹാവ് ദ കറേജ് ടു ബിൽഡ് യുവർ ലൈഫ് അറൗണ്ട് യുവർ ആൻസർ. നമ്മളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു ആൻസറിൻ്റെ ചുറ്റും നമ്മൾ ധൈര്യത്തോടെ നിർബന്ധമായി ശക്തരായി നിൽക്കുക.
you shouldn't compare yourself with others because no one in the entire world can do a better job of being you than you. നിങ്ങളാകാൻ വേറെ ഒരാൾക്ക് പറ്റില്ല, നമുക്ക് മാത്രമേ നമ്മളാകാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ കമ്പയർ ചെയ്ത് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. അതൊന്ന് വായിക്കും മാം. Yes. You shouldn't compare yourself with others because no one in the entire world can do a better job of being you than you. നമ്മൾ ഈ കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ കുറച്ച് റിപ്പീറ്റിംഗ് ആവുന്നുണ്ട് കമ്പാരിസൺ. കാരണം നമ്മളെപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നത്. അപ്പൊ ഇതൊരു 2 ഫ്രൂട്ട്സ് ആണ്, ഒന്നൊരു ആപ്പിളും ഒന്നൊരു പീറും ആണ്. അപ്പൊ രണ്ടും ഫ്രൂട്ട്സ് ആണ്, രണ്ടും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമോ? രണ്ടും ഫ്രൂട്ട്സ് ആണ്, നമുക്ക് രണ്ടിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? രണ്ടിനും അല്ലേ? അങ്ങനെ താരതമ്യപ്പെടുത്തിയാൽ ശരിയാവില്ല. കാരണം രണ്ടിനും 2 ക്വാളിറ്റിയും 2 ഗുണങ്ങളും 2 കളറും എല്ലാം ആണ്. പക്ഷെ രണ്ടും ഫ്രൂട്ട്സ് ആണ്. സം ടാക്ടിക്സ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഇത് ലാംഗ്വേജ് ആണ് ഞാൻ എടുത്തത് പാഷനായിട്ട്, അതിനുവേണ്ടി കുറച്ച് ടാക്ടിക്സ് പറയാണ്. ഷെഡ്യൂൾഡ് ലേണിംഗ് ടൈം. നമ്മളൊരു കൃത്യസമയത്ത് ഒരു 10 മിനിറ്റ് ആയാലും കൃത്യസമയത്ത് പഠിക്കുക വെക്കുക. എല്ലാ ദിവസവും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. ഇനി സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലോ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ നമുക്കൊരു 10 മിനിറ്റ് ബസ്സിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കാറിൽ ഇരുന്നിട്ടോ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്കൊരു 10 മിനിറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് യുവർ സെൽഫ് ഇന്ററിംഗ് ഗോൾസ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഇന്ററിംഗ് ഗോൾസ്, കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് സെമസ്റ്റർ എക്സാമും ഹാഫ് ഇയർലിയും ആനുവൽ എക്സാമും പ്രോജക്റ്റ് വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഗോള് നമുക്കില്ല. നമ്മൾ സ്വന്തമായി ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഗോളില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാഴ്ച കൊണ്ട് 10 പുതിയ വാക്ക് പഠിക്കാം എന്ന് തീരുമാനിച്ചൂടെ? അല്ലെങ്കിൽ ഒരു ദിവസം 1 or 2 പുതിയ വാക്ക് പഠിച്ചൂടെ? അങ്ങനെ നിർബന്ധമായിട്ട് സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഇത് എഫേർട്ട് ഗുണത്തിൽ വരും. മീറ്റ് പീപ്പിൾ ഹു ആർ ലേണിംഗ് ദ സെയിം ലാംഗ്വേജ്. നമുക്കൊരാളെ, ഒരു സ്റ്റഡി ബഡ്ഡി, നമുക്കൊരു ഒരു ഒരു ഇതുപോലെ നമ്മുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓൺലൈനിലോ എവിടെയെങ്കിലും ഇതുപോലെ പഠിക്കുന്ന ഒരാളെ നമുക്ക് കൂട്ടിന് എടുക്കാം. അവരുമായിട്ട് നമ്മൾ പറഞ്ഞു പഠിക്കാം. എത്രയായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ചു അല്ലെങ്കിൽ എന്തോരം പഠിച്ചു എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്കൊരു പാഷൻ നിലനിൽക്കും. യൂസ് ലാംഗ്വേജ് എക്സ്ചേഞ്ചസ് ആൻഡ് മീറ്റപ്സ്. ട്രൈ എ ക്ലാസ്. നമ്മൾ ട്രൈ എ ക്ലാസ് വേറെയാണ്. യൂസ് ലാംഗ്വേജ് എക്സ്ചേഞ്ചസ് ആൻഡ് മീറ്റപ്സ്. സിറ്റികളിലൊക്കെ ഉണ്ട് ഒരേ ലാംഗ്വേജ് സംസാരിക്കാനുള്ള മീറ്റപ്സും ലാംഗ്വേജ് തമ്മിൽ സംസാരിക്കാൻ. ഒരു ഞാൻ എൻ്റെ സാറിനെ ഓർക്കുവാണ്. ഞങ്ങളുടെ B.Edന് ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു ബെസ്ബർവ സാറാണ്. ആസാമിൽ നിന്ന് വന്ന സാറായിരുന്നു. അവരെല്ലാം ഇങ്ങനെ പല പല ഭാഷ വേറെ വേറെ സംസ്ഥാനത്തു നിന്ന് വരുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നാവാതെ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ സാറിനോട് ഞങ്ങൾ സങ്കടം പറയുമ്പോൾ സാറ് പറയും, നിങ്ങൾ ബംഗാളി പഠിക്കണമെങ്കിൽ നിങ്ങൾ ബംഗാളിൽ പോകും, എന്നിട്ട് ബംഗാളിയോട് സംസാരിക്കുമെന്ന് പറയുക. അന്ന് അതങ്ങനെ എത്രയോ വർഷം മുമ്പ് സാറ് പറഞ്ഞത്. ഇപ്പൊ ബംഗാളി ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ബംഗാളി പഠിക്കണമെങ്കിൽ ആലോചിക്കും. ഞാനതിങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പം നമ്മളെ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ആ ഭാഷയുമായി പ്രാവീണ്യമുള്ള ആളുകളുമായിട്ട് ആ ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കുക. ട്രൈ എ ക്ലാസ്. പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷോ ഏത് ലാംഗ്വേജ് ആയാലും. ജർമ്മൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്, ഫ്രഞ്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ എല്ലാ ക്ലാസ്സും അവൈലബിൾ ആണ്. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ക്ലാസ്സിന്റെ സപ്പോർട്ട് എടുക്കാം. ഗിവിങ് യുവർ സെൽഫ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് നിർബന്ധമായിട്ട് നമ്മളൊരു ഗോള് വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഒരു ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഞാനൊരു ചെറുകഥ വായിച്ചിരിക്കും, ഇംഗ്ലീഷിലുള്ള ഒരു ചെറുകഥ വായിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു നോവൽ വായിക്കും. ഈ ഒരു വർഷം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഞാനൊരു നോവൽ എടുത്ത് മുഴുവൻ വായിച്ചിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗോള്, ചെറിയ ഗോളും വലിയ ഗോളും നമുക്ക് നിർബന്ധമായിട്ട് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും.
dreams is not what you see in sleep, is the thing which doesn't let you sleep. നമ്മൾ സ്വപ്നം കാണേണ്ടത്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കോട്ടാണ്, അബ്ദുൽ കലാം സാറിൻ്റെ കോട്ടാണ്. നമ്മൾ സ്വപ്നത്തിൽ നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് നമ്മളെ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഗോ കോൺഫിഡൻ്റ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവർ ഡ്രീംസ്, ലിവ് ദ ലൈഫ് യു ആർ ഇമാജിൻഡ്. നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ ജീവിക്കണം നമ്മൾ തീരുമാനിക്കുക, ആ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇതൊന്ന് വായിക്കൂ അമർജ്യോതി മാം. If you are interested, you will do what is convenient. If you are committed, you will do whatever it takes. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള, നിർബന്ധമായിട്ട് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം. ഡിസൈഡ്, കമ്മിറ്റ്, സക്സീഡ്. നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമ്മൾ അതിനോട് നിർബന്ധമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കണം, അത് സക്സീഡ് ആകണം. നമ്മളൊരു തീരുമാനം എടുത്തിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, അല്ല ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും, നമ്മളൊന്നും അല്ലാണ്ടായി പോകും. പിന്നെ ഈ റിട്ടയർമെന്റ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വീട്ടിലുള്ളവരും എല്ലാവരും നിങ്ങളിനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ നിങ്ങളിനി എന്താ, ഒരു ആവശ്യമില്ലാത്ത ഒരു വസ്തു പോലെ നമ്മളെ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് ലേഡീസിന്. പുരുഷന്മാർക്കും അങ്ങനെ ഒരു അവസ്ഥ ചില വീടുകളിൽ കാണാറുണ്ട്. മക്കളൊക്കെ കുറച്ചൊന്ന് മുതിർന്നു കഴിഞ്ഞാൽ അമ്മയും മക്കളും ഒരു ഭാഗത്തും, അച്ഛൻ കുറച്ച് മാറി, അച്ഛനെ ഒരു ലേശം എന്താ പറയുക പ്രാധാന്യം കുറയുന്ന ഒരവസ്ഥ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി നമ്മളും കൂടിയാണ്. നമ്മൾ അങ്ങനെ മാറാൻ മാത്രം താഴോട്ട് വരരുത്. ദ ബെസ്റ്റ് റിവെഞ്ച് ഈസ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാണ് വേണ്ടത്. നമ്മളെ ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാണ് വേണ്ടത്. പ്രത്യേകിച്ച് ലേഡീസ് വെറും ഒരു എന്താ പറയുക, പണ്ട് അമ്മമാർ വെറും അടുക്കള പണിയും ഫുൾ അടുക്കള പണിയും അമ്മമാർ മാത്രം ചെയ്യുകയും മറ്റുള്ളവരെല്ലാം വെറുതെ ഇരുന്ന് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നും ആ അമ്മമാരുടെ ഒരു സഹനമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ജീവിതത്തിന്റെ അടിത്തറ. അങ്ങനെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ തയ്യാറല്ലാതെ വരുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് ചെയ്യുക, അങ്ങനെയുള്ള കുടുംബം തകരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുടുംബം തകരുകയല്ല വേണ്ടത്. ദ ബെസ്റ്റ് റിവെഞ്ച് ഈസ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. നമ്മളെ പുറകോട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട്. ശരിയാണോ അമർജ്യോതി മാം? Yes, ma'am. You are absolutely right. പുരുഷന്മാരായാലും പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അമ്മയും മക്കളും കൂടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അപ്പൻ ഇങ്ങനെ ഒരു സൈഡാകുന്ന പോലത്തെ ഒരു അവസ്ഥ കുറെ കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും. അപ്പൊ അതുപോലും അവരുടെ കുഴപ്പമാണ്. ആരാണോ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് അവരുടെ കുഴപ്പമാണത്. അവരങ്ങനെ നിന്നു കൊടുക്കാൻ പാടില്ല. അവർ ശരിക്കും പറഞ്ഞാൽ അവരെ തന്നെ എംപവർ ചെയ്ത് അവർ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന മട്ടിൽ വേണം അവർ ജീവിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒന്ന് റിവൈൻഡ് ചെയ്യുവാണ്. ഫൈൻഡ് വാട്ട് ഇൻസ്പയർസ് യു. എന്താണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. സെറ്റ് ക്ലിയർ ഗോൾസ്. നമ്മൾ ശരിയായ ഗോൾസ് സെറ്റ് ചെയ്യുക. കീപ് യുവർ എൻതൂസിയാസം അലൈവ്. നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കലുണ്ട്. അതിലൊക്കെ നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർബന്ധമായിട്ട്, ഇനി ടു ഡു ലിസ്റ്റ് കടലാസിൽ ഉണ്ടാക്കിയില്ലെങ്കിലും മനസ്സിൽ നിർബന്ധ ബുദ്ധിയോടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു വൺ ഡേ റിയാലിറ്റി വിൽ ബി ബെറ്റർ ദാൻ യുവർ ഡ്രീം. നമ്മൾ മനസ്സിൽ ആദ്യം നമുക്ക് ഭയങ്കര സമാധാനക്കേടായിരിക്കും, മനപ്രയാസമായിരിക്കും. കാരണം നമ്മൾ ഒരു പുരോഗതി നമുക്ക് കാണാൻ പറ്റൂല. ശരിയല്ലേ?
നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങിയാൽ നമുക്കൊരു പുരോഗതി തുടക്കത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ നമ്മളത് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മാനസികാവസ്ഥ പോവുക. അല്ല, കുറെ പിടിച്ചവിടെ നിന്ന് നമ്മൾ നിർബന്ധമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ വൺ ഡേ റിയാലിറ്റി വിൽ ബി ബെറ്റർ ദാൻ യുവർ ഡ്രീം. നമ്മൾ മനസ്സിൽ ആദ്യം ആലോചിച്ചതിനേക്കാളും മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും പിടിച്ചു നിന്നാൽ. യു ക്യാൻ ക്രോസ് ദ സീ മിയർലി ബൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റെയറിങ് അറ്റ് ദ വാട്ടർ. നമ്മൾ ഒരു കടലിന്റെ കരയിൽ പോയി നിന്നിട്ട് അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ നമുക്കത് അല്ലെങ്കിൽ ഒരു പുഴയുടെ ഇപ്പുറത്ത് നിന്ന് അതിനെ നോക്കിക്കൊണ്ട് നിന്ന് നമുക്ക് അപ്പുറത്ത് എത്താൻ പറ്റില്ല. നമ്മൾ മെനക്കെടുക തന്നെ വേണം. ശരിയല്ലേ? നമ്മൾ അത് അപ്പുറത്ത് കടക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തിയേ ഒക്കൂ. അതിന് പ്രാക്ടീസ് 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 നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതൊരു കാര്യവും തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മടുപ്പ് തോന്നിയാൽ ഇട്ട് പോകരുത്. ഒന്ന് വായിക്കും മാം. സമ്പത്താണ് സന്തോഷത്തിന്റെ താക്കോൽ എന്ന ചിന്ത ഒഴിവാക്കി ജീവിക്കുക. ഓർക്കുക, സന്തോഷമുള്ള പലർക്കും സമ്പത്ത് ഉണ്ടാകുന്നില്ല, അതുപോലെ സമ്പത്തുള്ള പലർക്കും സന്തോഷവും ഉണ്ടാകുന്നില്ല. നമുക്ക് ഒരുപാട് സമ്പത്ത് നമ്മൾ കൂട്ടിവെച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ സന്തോഷത്തിന് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുകയും കണ്ടെത്തുകയും അതിന്റെ പുറകെ നമ്മൾ നിർബന്ധമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും. ശരിയല്ലേ? യെസ് മാം, അബ്സല്യൂട്ട്ലി റൈറ്റ്. ഏറ്റവും വില കൂടിയ സമ്പത്ത് ജ്ഞാനമാണ്. ഏറ്റവും ശക്തമായ ആയുധം ക്ഷമയാണ്. ഏറ്റവും നല്ല സുരക്ഷ വിശ്വാസമാണ്. ഏറ്റവും ഫലപ്രദമായ ടോണിക്ക് ചിരിയാണ്. അതിശയകരമെന്ന് പറയട്ടെ, ഇതെല്ലാം സൗജന്യമായി കിട്ടുന്നതാണ്. നമ്മൾ ഇതൊക്കെ വേണം എന്ന് നമ്മൾ വിചാരിക്കാത്ത കുഴപ്പമാണ്. ഇതൊന്ന് ചെയ്യാവോ റോയ് സാറ്? ആരെങ്കിലും? അമർജ്യോതി മാം. യെസ്, റീഡ് ദിസ്. ഡു first one, second you, third no, fourth who, then is the prettiest person. Do you know who is the prettiest person in the world? Now read 6, 7, 8. The prettiest person in the world. പിന്നെ 952. ശരി. The prettiest person is You. you. Prettiest person is you. അല്ല, 952 ആണ് അവസാനം. കാണുന്നില്ലേ? Prettiest person in the world is you. In the world is you. The prettiest person in the world is you. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. അല്ലേ? ശരിയല്ലേ? നമ്മളാണ് ഈ വേൾഡിലേക്ക് വെച്ചിട്ട് ഏറ്റവും പ്രത്യസ്റ്റ് പേഴ്സൺ എന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അതോടുകൂടി ഇതാവും. അപ്പൊ ഞാൻ ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മെന്റലിയും ഫിസിക്കലി ഒത്തിരി അച്ചീവ്മെന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ ഒക്കെ ഇപ്പം വളരെ കൂടുതലാണ്. ആളുകൾക്ക് എണ്ണം കൂടുതലാണ്. അതൊക്കെ വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം നമ്മുടെ ബ്രെയിനിനെ പഠനത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. പിന്നെ 53 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതുപോലെ 400 മില്യൺ ആളുകളുടെ ഫസ്റ്റ് ലാംഗ്വേജുമാണ് ഇംഗ്ലീഷ്. നമുക്ക് എവിടെയെങ്കിലും ഇനിയിപ്പം ഇന്റർനെറ്റിന്റെ ലാംഗ്വേജ് ആണ്, ഒരു മീഡിയ അല്ലെങ്കിൽ ജേർണലിസം, അവരെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത്, ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പിന്നെ അത് പഠിക്കാനാണെങ്കിലും 26 ആൽഫബറ്റ്സേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷിന്റെ ആൽഫബറ്റ്സ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റ് ഇല്ലാതെ ഇപ്പൊ ഒന്നും പറ്റില്ല. അത് ഇംഗ്ലീഷാണ് അതിന്റെ ഭാഷ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഉപകാരപ്പെടുന്ന കാര്യമാണ്. പിന്നെ എനിക്കിപ്പം പ്രത്യേകിച്ച് ഒരു
സന്തോഷം തോന്നി എന്താന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ മാസം അവസാനം ചെന്നൈയിൽ പോയായിരുന്നു. എൻ്റെ വീട് ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പോയത്. ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ നന്നായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഞാനിപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേന്ന് ഞാൻ അവരോട് ചോദിച്ചു. മാർക്ക് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു 2 കൊല്ലം കഷ്ടിച്ചേ ആയുള്ളൂ ഞാൻ ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ പുറകെ നീങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പം നമ്മുടെ ബുദ്ധിയും ആരോഗ്യവും എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ബാധ്യതയാണ്. അതിന് കൂടി ഈ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒരു പുതിയ പാഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഈസ് ബിക്കമിങ് എ മെമ്പർ ഓഫ് ദ ക്ലബ്ബ്. നമ്മൾ ഒരു പുതിയ ക്ലബിലെ മെമ്പർ ആവുകയാണ്. ആ ലാംഗ്വേജ് അറിയുന്ന ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ദ കമ്മ്യൂണിറ്റി ഓഫ് സ്പീക്കേഴ്സ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഫ്രാങ്ക് സ്മിത്ത് പറഞ്ഞ ഒരു കോട്ടാണ്. അപ്പം പക്ഷേ ഈ ഇംഗ്ലീഷ് കൊണ്ടും രക്ഷപ്പെടാൻ പറ്റാത്ത രാജ്യങ്ങൾ നമുക്കുണ്ട്. ജർമ്മനിയിൽ ചെന്നാലും ചൈനയിൽ ചെന്നാലും നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഒരു ഫുഡ് വാങ്ങി കഴിക്കാൻ പോലും ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവരവിടെ ഒരു സാധനത്തിൻ്റെ മേലെയും ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. അവരവരുടെ ഭാഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ഒരു ഒഫീഷ്യലായിട്ടുള്ള ആവശ്യത്തിന് ചൈനയിൽ രണ്ട് തവണ പോയി തിരിച്ച് രോഗിയായിട്ടാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല. ആ മുസ്ലിം പയ്യനാണ്. അവിടെ പന്നിയിറച്ചിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് വേവിക്കാതെ. അപ്പം എന്തെങ്ങനെ കഴിക്കണം? ഫ്രൂട്ട്സ് മാത്രമേ ശരിക്കും ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാൻ പറ്റുള്ളൂ. അവർക്ക് പന്നി ഒന്നും കഴിക്കാനും പറ്റില്ല. പിന്നെ പച്ചക്കാണ്. അതിനെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരാഴ്ച മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാണ് തിരിച്ചു വന്നത്. 2 തവണ പോയി വന്നു. ഇംഗ്ലീഷ് ഒരു കാര്യവും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാലും നമ്മൾ ഏതിനു വേണ്ടി വർക്ക് ചെയ്താലും അതുകൊണ്ട് നമുക്ക് മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ പ്രയോജനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് എന്തിനു വേണ്ടി ചെയ്താലും അത് പ്രയോജനപ്പെടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വളരെ മനോഹരമായ ഒരു സെഷൻ. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ പറയുമ്പോൾ നമ്മുടെ പാഷൻ്റെ തലം കൂടെ പറയണം. ഒമന ടീച്ചർ പറഞ്ഞത് ഒമന ടീച്ചറിൻ്റെ പാഷൻ പോയ വഴികളാണ്. അപ്പോൾ അതിലേറ്റവും എപ്പോഴും നമുക്ക് മനുഷ്യനായ ബോറിംഗ് ഉണ്ടാവും. എപ്പോഴും ഒരിടത്ത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തില്ല. ഒരു പാഷനിൽ നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരു പാഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊക്കെ ഒത്തിരി അങ്ങനെ പറയാനുണ്ട്. നമ്മളറിയാതെ തന്നെ പല പല പാഷനിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ഈക്വലി ഗുഡാണ്. എല്ലാം സന്തോഷം നൽകുന്നതാണ്. നമ്മൾ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറയത്തില്ലേ. പ്ലാൻ എ ശമ്പളം തരുമ്പോൾ പ്ലാൻ ബി ആണ് അല്ലെങ്കിൽ പ്ലാൻ സി ആണ് സന്തോഷം തരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ റിപ്ലൈ പറയുമ്പോൾ നിങ്ങളുടേതായ പാഷൻ വളരെ ചുരുക്കി നിങ്ങളുടേതായ പാഷനും കൂടി ചേർത്ത് പറയാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിന്നൊരു പാഷൻ ഡേ ആക്കി മാറ്റാം. എങ്ങനെയാണ് പാഷൻ കണ്ടുപിടിക്കാൻ പറ്റിയത്, എന്താണ് റിയലി പാഷൻ മാറുന്നുണ്ടോ, മാറിയോ, ഇങ്ങനെയൊക്കെ ഉള്ള പലതരം പാഷൻസ് കാണും ഓരോ വ്യക്തികൾക്കും. നമുക്ക് അമർജ്യോതി മാമിൽ നിന്ന് തുടങ്ങാം. Hi friends, thank you Sabu sir, thank you Omna ma'am. It was a wonderful session ma'am, and I really appreciate your patience, and you discussed each and every point ma'am very beautifully. You discussed and you talked very beautifully. I love it. മാം ഞാനും അങ്ങനെ തന്നെയാണ്. മാം പറഞ്ഞ പോലെ തന്നെ പാഷന്റെ വയ്യ പോയതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് ഐ നെവർ ഫീൽ ഇറ്റ് ആസ് ലോസ്. എനിക്ക് തോന്നുന്നത് ഞാനാണ് ശരി. അതായത് ഞാൻ എൻ്റെ പാഷന് വേണ്ടി പോയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് എടുത്ത്. ഞാൻ 40 വയസ്സ് കഴിഞ്ഞവരാണ് ഇതൊക്കെ ചെയ്തത്, സൈക്കോളജി ചെയ്തത്. എന്നിട്ട് ഞാൻ കൗൺസിലർ ആയതൊക്കെ പാഷന്റെ പിന്നാലെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഐ ഫീൽ വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. മാം പറഞ്ഞ ഓരോ പോയിന്റും മാം ഈസ് ഗിവിങ് അസ് ലിവിങ് എക്സാമ്പിൾ. ഓരോ മാം എങ്ങനെയാണ് ശരിയാണ്. ശരിക്കും റിട്ടയർമെന്റ് ലൈഫ് ശരിക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാര്. മറ്റേ വെറും ഗ്രേറ്റ് ലോസ്. അവരിങ്ങനെ എന്നും സുഖേട് പറഞ്ഞ് ഇരിക്കുകയാണ് പല ആൾക്കാരും. എന്തുകൊണ്ടാണെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പാണ് അവരെന്താണ് അസുഖമെന്നോ ഇതൊക്കെ കണ്ടെത്തിയിട്ട് അവരെ ജീവിതം വെറുതെ ആക്കുന്നുണ്ട്.
നമ്മൾ ശരിക്കും അങ്ങനെയല്ല വേണ്ട. ഇഫ് യു ആർ ബിസി വിത്ത് എനിത്തിങ് വി വോണ്ട് തിങ്ക് അബൌട്ട് അവർ ഡെത്ത് ഓർ എനിത്തിങ് എൽസ്. എപ്പോഴും നമുക്ക് ഓരോ ദിവസവും പുതിയതായിട്ട് തോന്നും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം തോന്നും. മാം പറഞ്ഞ ശരിയാണ്. പലരും, ഞാൻ VRS എടുത്തപ്പോ എന്റെ മോൻ എന്താ, ഞാൻ നല്ല പാചകത്ത് താല്പര്യമുള്ള അമ്മ, ഇനി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നോ. ഞാൻ പറഞ്ഞു ശരി ശരി, അതിന് എന്നെ കിട്ടൂല, ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി തരും, പക്ഷെ ഞാൻ എന്തെങ്കിലും രണ്ടാമത് ജോയിൻ ചെയ്യും, എന്റെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. അതുപോലെ മാം, നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത്. ജീവിതം ഒറ്റ പ്രാവശ്യമുള്ളൂ. അതുകൊണ്ട് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കണം. മാം, വി ആർ ഓൾ വിത്ത് യു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. മാം, അവസാനം താങ്ക് യു എന്നതിന് മുമ്പ് കാണിച്ച സ്ലൈഡ് ഒന്നുകൂടി കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ വേണോ സാർ? ഷെയർ ചെയ്തു. ഉലാനൻ സാർ പറയും. സാറേ, ഞാൻ 8 മണിക്ക് പോയി. എനിക്ക് 8 മണിക്ക് വേറൊരു സെഷൻ ഉണ്ട്. ഓക്കെ ഷുവർ. ഇതാണോ സാറേ? ഏറ്റവും താങ്ക് യു എന്നുള്ളതിന് തൊട്ട് മുമ്പുള്ള വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടല്ലോ, അത് തൊട്ട് മുമ്പ് ഷെയർ ചെയ്യണം. ഒന്നും കൂടെ ഷെയർ ചെയ്യണേ. ഉലാനൻ സാർ ഷെയർ ചെയ്തില്ലേ? ചെയ്തോളൂ. ഷെയർ ചെയ്തോളൂ. ഉലാനൻ സാർ ഇന്നെ കേൾക്കാമോ? കേൾക്കാം. യെസ് സാർ. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ യന്ത്രമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് മാമിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ യാത്രകളെ കുറിച്ചാണ് ഓർത്തത്. എന്നോട് വിഷമമൊന്നും തോന്നണ്ട. ഞാൻ പറയാൻ പോകുന്ന കാര്യം, മാം ഓമന ടീച്ചർ എന്താണോ പറഞ്ഞത് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വളരെ കഷ്ടപ്പാടായിരുന്നു. ജോലി നല്ലപോലെ ചെയ്യണം, അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇതൊക്കെ ഞാൻ അനുസരിച്ചു. 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ കണ്ടു. ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഹിന്ദി ഭാഷ പഠിച്ചാൽ നോർത്ത് ഇന്ത്യയിലേക്ക് നാട് വിട്ടുപോയാലും രക്ഷപ്പെടാം എന്നൊരു തോന്നൽ. ശക്തമായ പഠനം ആരംഭിച്ചു. പിന്നെ മുന്നോട്ട് +2 വന്നപ്പോൾ ഹിന്ദി ഓപ്ഷൻ എടുത്തു. ഡിഗ്രിക്ക് പോയപ്പോഴും ഹിന്ദി ലാംഗ്വേജ് തന്നെയാണ് ഞാൻ എടുത്തത്. എൻ്റെ മുമ്പിലൊരു പാഷൻ ഉണ്ടായിരുന്നു, നാട് വിടുക. പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ജോലിയില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പട്ടാളത്തിൽ ചേർന്നേക്കാം, അവിടെ ഹിന്ദി എനിക്ക് ഉപകാരപ്പെടും. ഞാൻ പഠിച്ച ലാംഗ്വേജ്, പാഷനോട് കൂടി പഠിച്ച ലാംഗ്വേജ് രക്ഷപ്പെടും. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്, ഞാൻ റിക്രൂട്ട്മെൻറ്റിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ശരീരത്തൊരു ചുണങ്ങുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, മോനെ ഇന്നെന്നെ കൊള്ളില്ല ഇതിനകത്ത്, എന്നെ പറഞ്ഞയച്ചു. വീണ്ടും ഞാൻ പറയാൻ വന്നത്, ഈ ലാംഗ്വേജ് പഠനം എൻ്റെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിന് എന്നെ സഹായിച്ചു. ഞാനൊരു ഹിന്ദി അധ്യാപകനായി ജോയിൻ ചെയ്യാൻ എന്നെ സഹായിച്ചത് ഈ ലാംഗ്വേജ് പ്രേമമായിരുന്നു, ഹിന്ദിയോടുള്ള ആ അടുപ്പം. പിന്നീട് റെയിൽവേയിൽ ജോലി കിട്ടി. ഞാൻ ഹൈദരാബാദിലെത്തി. താങ്ക് ഗോഡ്, ഞാൻ ഈശ്വരന് നന്ദി എത്ര തവണ പറഞ്ഞെന്നറിയില്ല. അവിടുത്തെ ലോക്കലായിട്ടുള്ള ലാംഗ്വേജ് ഹിന്ദിയാണ്. എനിക്ക് വളരെ സുഗമമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അവിടെയുള്ള പലരും എൻ്റെ സുഹൃത്തുക്കളായി. ഞാൻ അവരോടൊപ്പം റെയിൽവേയിലായതുകൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അന്ന് തുടങ്ങിയതാണ് സാറേ ഈ സഞ്ചാരത്തോടുള്ള സ്നേഹം. 3 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ജോലി കിട്ടി. അത് ഞാൻ റിസൈൻ ചെയ്ത് പോന്നു. വീണ്ടും ഞാൻ മലയാളിയായി ജീവിക്കുന്നു. ഞാൻ പറയാൻ വന്നത്, ഒരു പാഷൻ നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹിന്ദി ട്യൂഷന് പോയിട്ടാണ് ഹിന്ദി പഠിച്ചത്. പക്ഷേ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ, ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ അതെന്നെ സഹായിച്ചു. ലാസ്റ്റ് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ജോലിയുടെ സമയത്തൊക്കെ കൗൺസിലിനെ കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ ഓഫീസിൽ എൻ്റെ സ്പെഷ്യൽ ഓഫീസർ ഗ്രേഡിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പലരും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും എൻ്റെ സഹായം തേടിയിരുന്നു. അവരുടെ വീട്ടുപ്രശ്നങ്ങൾക്ക് പോലും, സാറേ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വളരെ സങ്കടത്തോടു കൂടി. ഇറിഗേഷൻ ഡിവിഷൻ മലമ്പുഴയിൽ ജോലി ചെയ്യുന്നത്, അവിടെ സാധാരണ പണിക്കാരാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയ എൻ്റെ സെൻസിലുള്ള ഉത്തരങ്ങൾ അവരെ സഹായിച്ചിരുന്നു ഒത്തിരി. അന്ന് ഞാൻ മനസ്സിൽ കണ്ടു, ഇതിപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അവർക്ക് ശരിയായി വലിച്ചെങ്കിൽ സൈക്കോളജിയും സൈക്കോതെറാപ്പിയും പഠിച്ചാൽ
എനിക്ക് സഹായിക്കാനായിട്ട് കഴിയും. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, എൻ്റെ നിലനിൽക്കുന്ന ഈ ആരോഗ്യം, ഞാൻ വെളുപ്പിന് 3 മണിക്ക് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്റ്റേഷനിൽ തീവണ്ടിക്കായി പോവുകയും രാത്രി 10 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, 3 വർഷക്കാലം സൈക്കോളജി പഠനമായിരുന്നു ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. അങ്ങനെ 60ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നോട് ഈ 3 മണിക്കുള്ള യാത്രയിൽ പലരും ചോദിച്ചിരുന്നു, നിനക്ക് ശരിക്കും വട്ടാണ്, ഈ കിടന്നുറങ്ങേണ്ട സമയത്താണ് നീ പഠനത്തിന് പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത്? ഐ ആം ഹാപ്പി നൗ. ഇന്ന് എനിക്ക് ക്ലയൻസ് ഉള്ളതിനേക്കാളേറെ അവരെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു സന്തോഷം ഞാൻ പിടിച്ചു പറ്റുകയാണ്. റെയിൽവേയിൽ നിന്ന് കിട്ടിയ യാത്ര ഇന്നും തുടർന്ന് പോകുന്നു. ഇനി അടുത്ത് ചൈനയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു പാഷൻ ഞാൻ അവിടെ വിത്ത് കുത്തിയിട്ടു. അത് വളർന്ന് പന്തലിക്കുകയാണ്. ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ട്. എന്നെ ഒരു വിധത്തിലും ഉപദ്രവിച്ചിട്ടില്ല. സാമ്പത്തികമായി ഈശ്വരൻ തന്നു ഒന്നും കളഞ്ഞിട്ടില്ല. ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു മാനസികാവസ്ഥ എനിക്ക് കിട്ടുന്നു. ഈ ഇത്രയും കാലത്തെ ഒരു അനുഭവം പറയാൻ 5 മിനിറ്റേ ഞാൻ എടുത്തുള്ളൂ. മാമിന് എൻ്റെ വലിയൊരു കൈ ഉയർത്തിയ ഹാപ്പി ഹാപ്പി ഹാപ്പി. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അല്ല, ഈ ക്ലാസ്സിലൂടെ ഇത്രയും വലിയ കാര്യം പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. റോയ് സാർ, ഒമന മാം, അതെ, ഒരു പ്രത്യസ്റ്റ് മാൻ എന്ന് പറഞ്ഞില്ലേ, ആ സ്ലൈഡാണേ, അതും കൂടെ ഒന്ന് ഇടാം. പ്രത്യസ്റ്റ്, ഹു ഈസ് ദ പ്രത്യസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നുള്ള ആ സ്ലൈഡാണ്. റോയ് സാർ പറയും. ഓക്കെ മാഡം, സ്വന്തം അനുഭവത്തിലൂടെ നേടിയെടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷിച്ചു. കാരണം മാഡം പറഞ്ഞു ഗാർഡനിങ്ങിൽ ഇഷ്ടം ഉണ്ടായിരുന്നത്, താല്പര്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് തടസ്സം വന്നു. അങ്ങനെ അടുത്ത കാര്യങ്ങളിലേക്ക് പോയതായിട്ട് നടത്താം. അത് വളരെ മോട്ടിവേറ്റീവായി. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ശരിയാണ്, ആ ഒരു ഇത് എനിക്ക് വളരെ ബി ഹാപ്പി നോട്ട് ബിക്കോസ് ലേണിംഗ് എവറിത്തിങ് ഈസ് ഗുഡ് ബട്ട് ബിക്കോസ് യു ക്യാൻ സീ ഗുഡ് ഓൺ എവറിത്തിങ്. എല്ലാം കൊട്ടേഷനോടുള്ള കൂടിയാണ് മാഡം സംസാരിച്ചത്. അതുപോലെ തന്നെ ആ പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ കാരണം ഏതെങ്കിലും 2 ലാംഗ്വേജ് അറിയാമെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഒക്കുള്ളൂ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ശരിക്കറിയാം, സംസാരിക്കാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ ഞാൻ MSW കോഴ്സ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ അവിടെ ഹിന്ദി പഠിക്കാനുള്ള അവസരം കിട്ടിയത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ ഹിന്ദി ആയിട്ട് വന്ന പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്ക് പാർട്ട്ണറോട് ഷെയർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ഇത് കിട്ടി. പല ആൾക്കാരും അതിൽ നിന്ന് താല്പര്യമില്ലാതെ മാറി നിന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദിയിൽ ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചു നിന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഹിന്ദിയിലൊരു ഇത് തോന്നിയത് ഈ ഒരു അവസരം ഇങ്ങനെ വന്നുകൊണ്ടാണ്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് പേഴ്സണൽ മാനേജ്മെൻ്റ് ആയിരുന്നുവെങ്കിലും എന്നിൽ ആകർഷിച്ച ഒരു കാര്യം എൻ്റെ പഠനകാലത്ത് തന്നെ ഉണ്ടായി. പിന്നെ എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് മറ്റുള്ളവർ തിരിച്ചറിയുകയും കൂടി ചെയ്തപ്പോഴാണ് ഞാൻ ഈ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നത്. കാരണം ഈ ഫീൽഡ് വർക്കിൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ലാംഗ്വേജ് പഠിച്ച കാര്യം, ഒരു ഹിന്ദിക്കാരനായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ റിമാൻഡ് ഹാമിൽ പോകുമ്പോൾ അവിടെ ഈ ലോക്കൽ ലാംഗ്വേജ് അല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇവനാണ് എന്നെ സഹായിച്ചത്. പക്ഷേ അതിനിടയിൽ പല ക്ലയൻറ്റുകളും ഈ റിമാൻഡ് ഹോമിൽ അവിടെ വന്ന് താമസിക്കുന്ന തമിഴനായ ആൾക്കാരും അവരുടെയൊക്കെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തായിരുന്നു ആദ്യം ഇത് പഠിക്കാനായിട്ട്. അങ്ങനെ ഒരു കേസ് സ്റ്റഡി വളരെ ഭംഗിയായി നടത്തി. അതിന് എനിക്ക് അപ്രീസിയേഷനും കിട്ടി. പക്ഷേ എനിക്ക് അവിടെ ഫീൽ ചെയ്തത് എൻ്റെ കോപ്പി അടിച്ചതായ എൻ്റെ പാർട്ട്ണർക്ക് എന്നേക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടി. വേറൊന്നുമില്ല, A+ കിട്ടി, എനിക്ക് Aയും കിട്ടി. ഞാനതൊരു പാർഷ്യാലിറ്റി ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വളരെ വിഷമിച്ചിരുന്ന അവസരത്തിൽ
ഞാൻ എൻ്റെ ഒരു പ്രൊഫസറുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതിയത്, നിങ്ങളുടെ ഫീൽഡ് വർക്ക് പാർട്ട്ണർ ഹിന്ദിയിലാണ് എഴുതിയത്. അപ്പോൾ മാതൃഭാഷയിൽ എഴുതാൻ നിങ്ങൾക്ക് അവർക്ക് ഉള്ള കഴിവ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് കോപ്പി അടിച്ച് ആണെങ്കിൽ തന്നെയും അവർക്ക് എ ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നും എൻ്റെ ആ മനസ്സിലുണ്ടായ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. അപ്പോൾ അവിടെയാണ് ഞാൻ ആ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കിയത്. അങ്ങനെ സുഹൃത്തുക്കളുടെയും മറ്റു എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടുമ്പോൾ ഇങ്ങനൊരു കഴിവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ പോയതും പഠിച്ചതും. അത് പ്രാക്ടീസ് ചെയ്യാണ്ട് ഇന്ത്യയുടെ അടുത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ അത് മറ്റുള്ളവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതുപോലുള്ള കേസുകൾക്ക് പരിഹരിക്കാൻ എനിക്ക് കഴിയുന്നു എന്നും പറഞ്ഞപ്പോഴാണ് ഞാനത് എൻ്റെ ഒരു പ്രൊഫഷനാക്കി ഞാൻ മാറ്റിയെടുത്തു. ഏതായാലും ഈ ഓമന ടീച്ചർ പറഞ്ഞതായ ആ എസൻസ് ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വളരെ പ്രധാനപ്പെട്ടതും വളരെ വിലപിടിപ്പുള്ളതുമായ ഒരു കൊട്ടേഷൻസും ഒക്കെയാണ് തന്നത്. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. വേണുഗോപാൽ സർ. ഓമന മാമ് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ചില ഏടുകൾ നമ്മളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഞാനും ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഐഡിയലായി ജീവിക്കുക, വെറുതെ ഒന്നിനും ഇടപെടാതെ ഒരു കാര്യം വെറുതെ ഇരിക്കുക, റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശാരീരികമായും മാനസികമായിട്ടും അത് ദോഷം ചെയ്യുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ചില പാഷൻസ് സ്വീകരിക്കുവാൻ ഞാൻ നിർബന്ധിതനായിട്ട് വന്നു. ഒന്നാമതായി വായനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജോലി തിരക്ക് കാരണം ആ അവസരത്തെ കുറേ കാലമായിട്ട് വായന എനിക്ക് അന്യമായിരുന്നു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ വായിക്കാൻ ശ്രമിച്ചെങ്കിൽ എനിക്ക് സാധിച്ചിരുന്നില്ല. അല്പം ഒരു പേജ് ഞാൻ വായിച്ചാൽ എനിക്ക് കണ്ണുവേദനയും പിന്നെ വളരെയധികം പ്രയാസം, ഉണങ്ങാനൊക്കെ പ്രയാസമായിരുന്നു. എങ്കിലും ഞാനത് വിട്ടില്ല, ഞാൻ തുറന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴെനിക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ തുടർച്ചയായി വായിച്ചാലും വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കാരണം ഞാനത് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഈ മാറ്റ്നി ഫ്രീ വിഭാഗങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത്. പല കാര്യങ്ങളെ പറ്റി അറിയുവാനുള്ള ആഗ്രഹം എന്നിലുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് വായന ഒരു പാഷനായി സ്വീകരിക്കുവാൻ ഈ മാറ്റ്നി ഫ്രീ വെബിനാർ എനിക്ക് പ്രചോദനം നൽകുകയുണ്ടായി. മറ്റൊന്ന് പറയാനുള്ളത്, പാഷനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ടല്ല, വീട്ടിൽ മറ്റുള്ള ചില ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ട് കൂടെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും കഴിയുന്നിടത്തോളം എവിടെയെങ്കിലും പോകാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ട്. അതുതന്നെ ജീവിതത്തിൽ ഞാനൊരു പാഷനായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഓമന ടീച്ചർ ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ പാഷൻ എന്നിൽ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാൻ മാനസികമായി ഹാപ്പിയാണ്, എനിക്ക് സന്തോഷവാനാണ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്നിരുന്നെങ്കിൽ വളരെയധികം പ്രയാസമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് നല്ലൊരു സബ്ജക്റ്റാണിത്. ഓമന ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും പ്രകാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. ഗോകുമാർ സാർ. ഗോകുമാർ സാർ കേൾക്കാവോ? ദെൻ സുധോധന ഡോക്ടർ ഫ്രീ ആയോ? ഞാൻ കേൾക്കുകയായിരുന്നു സർ. ഓമന മാം, ഈ
പ്രസന്റേഷൻ തുടങ്ങുമ്പോഴേ ആ സ്ലൈഡിന്റെ സൈഡിൽ ഒരു മെലിഞ്ഞ് സുന്ദരി പെൺകുട്ടി നിന്നിരുന്ന ആരാ അത്? മകളാണോ അനിയത്തിയാണോ ആരാണത്? കേൾക്കുന്നില്ല. യു ആർ സീൻ മ്യൂട്ടഡ്. എന്റെ മകളാകാൻ പ്രായമേ ഉള്ളൂ. ഞാൻ തന്നെയാണ്. ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ഈ മുടി നെറ്റിയിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ചീകിയിരുന്നത്. അത് കൂടുതൽ നെറ്റിയിൽ ഇറക്കിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഒരു ഓമനമാമായിട്ട് ഒരു സാമ്യം ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. നല്ല സുന്ദരി മനോഹരി ഒക്കെ ആയിട്ടുള്ള ഒരാള്. എന്തായാലും ഇത്രയും നാളത്തെ ഒരു ഒരു പാഷനെ ഹണ്ട് ചെയ്ത് പിടിച്ചൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി. അതേപോലെ മാം ഒരു ചാവിയിട്ട് ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള മിടുക്കന്മാരുടെയൊക്കെ ഹൃദയം തുറന്നു കളഞ്ഞു കേട്ടോ. ഈ ഉലയന്നാൻ സാറും അതേപോലെ ബാക്കിയുള്ളവരും ഒക്കെ അവരുടെ ഈ ഹൃദയ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചത് കേട്ടു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാഡത്തിൻ്റെ ആ നറേഷനൊക്കെ വളരെ കൗതുകത്തോടെ ഞാൻ കേൾക്കുമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യവും മറ്റും അതൊക്കെ വളരെ ശരിയായ ഒരു കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ പാഷന് വേണ്ടിയിട്ടൊന്നും വല്ലാതെ കഷ്ടപ്പെട്ട ആളോ അതിന് വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്ത ആളോ ഒന്നുമല്ല. ഞാൻ ഇത് ഞാൻ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ട് എപ്പോഴും എനിക്ക് വേണ്ടത് ഇങ്ങനെ മുന്നിലേക്ക് വരികയും ഞാനതങ്ങ് എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അങ്ങ് ശരിയാകുന്നു എന്നുള്ള ഒരു തോന്നലിൽ അങ്ങ് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് ഈ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയും അച്ചീവ് ചെയ്യാത്തതിനെ പറ്റിയൊക്കെ ചിന്തിക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇടിച്ചു കയറാത്തൊരു സ്വഭാവക്കാരനും ഒക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ ഇത് കൗതുകപൂർവ്വം കേൾക്കുമായിരുന്നു നിങ്ങളൊക്കെ ഈ നേടിയെടുത്ത കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ. എന്തായാലും സന്തോഷം, ഇതുപോലൊരു ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം. താങ്ക് യു. ഈ ശുദ്ധോധന ഡോക്ടർ പറഞ്ഞത് എനിക്ക് അത്ര അങ്ങ് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ശുദ്ധോധന ഡോക്ടറെ കോട്ടയത്ത് വെച്ച് കണ്ടിരുന്നു. ഒരു സെക്കൻഡ് പോലും അവിടെ ആ ഒരു കസേരയിൽ ഇരിക്കാതെ മുഴുവൻ ഇങ്ങനെ പാറി പറന്ന് ചെയ്യാവുന്ന മുഴുവൻ കോർഡിനേഷനും ചെയ്ത്, സത്യത്തിൽ ഞാൻ ചെന്നത് പോലും കക്ഷി മറന്നുപോയി. അതായത് ഞാൻ മറന്നുപോയി സാർ. ഞാൻ പോവായത്. അതൊരു വലിയ കാര്യമായിരുന്നു അത്. അതാണ്. അപ്പൊ പാഷനൊന്നും പറയരുത്, പാഷനൊക്കെ അങ്ങനെ അത്യുത്തമത്തിലാണ് നിൽക്കുന്നത്. അല്ല സാർ, ഞാനൊന്ന് എലാബറേറ്റ് ചെയ്യാം വളരെ ബ്രീഫായിട്ട്, പെട്ടെന്ന് പറയാതെ. അതായത് ഞാൻ 8 മക്കളുള്ളൊരു വീട്ടിലെ എട്ടാമത്തെ കുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടതൊക്കെ ഈ മുതിർന്നവരെല്ലാം കൂടെ 2 ചേച്ചിമാരുടെ അരിമയായിരുന്നു ഞാൻ. അപ്പൊ അവരാണ് എന്നെ വളർത്തുന്നതും എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ അവരായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് ജൂനിയർ കോളേജാണ്, ടി കെ മാധവ് മെമ്മോറിയൽ കോളേജ് നങ്ങിയാറുകുളങ്ങര. അവിടെ പ്രീ ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ അവിടെ കോളേജിൽ ഫസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ MBBS ഉറപ്പായി കിട്ടിയെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഈ അശോക മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കള്ള മാർക്ക് ലിസ്റ്റ് വരികയും ഈ അഡ്മിഷനൊക്കെ വല്ലാതെ തകിടം മറിഞ്ഞു പോവുകയൊക്കെ ചെയ്തപ്പോൾ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പോയി BSc സുവോളജിക്ക് ചേർന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും ഞാൻ ടോപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് എക്സാമിൻ്റെ അപ്പോൾ എനിക്ക് ഈ ഇപ്പോഴത്തെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടല്ലോ, ജോണ്ടിസ്. അപ്പോൾ അതൊരു അതടിച്ചൊരു 2 മാസം കോളേജിൽ പോകാൻ പറ്റാതൊക്കെ കടന്നു ആ കോഴ്സ് മുടങ്ങി. അപ്പം നേരെ വെറ്ററിനറിക്ക് അങ്ങ് ചേരാമെന്ന് എൻ്റെ ചേച്ചിമാർ തീരുമാനിച്ചു. ഞാൻ പോയി അങ്ങ് ചേർന്നു. വീട്ടിലൊരു പശുവോ നായോ പട്ടിയോ പൂച്ചയോ ഒന്നും ഇല്ലാത്ത ഞാൻ പോയി വെറ്ററിനറിക്ക് അങ്ങ് ചേർന്നു. അവിടെയും പോയി അത് ഞാനെടുത്ത തീരുമാനം ആഗ്രഹിച്ചതൊന്നുമല്ല, മൃഗങ്ങളെ ചികിത്സിക്കാനൊന്നും. അവിടെ പോയി നന്നായി അങ്ങ് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ബാച്ചിൽ ഫസ്റ്റായി. അതും കഴിഞ്ഞ് ജോലി കിട്ടി പാലക്കാട് വന്നു. ശരി, പാലക്കാടെങ്കിൽ പാലക്കാട്. ഇവിടെ നിന്ന് സ്ഥലം മാറാനും ഒന്നും ശ്രമിച്ചൊന്നുമില്ല. ഇവിടെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഈ കൃഷിക്കാരുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല ഭയങ്കര പൈസ ഉണ്ടായി. ഇല്ലെങ്കിൽ പോലും സുഖമായി ജീവിക്കാൻ പറ്റി. കല്യാണം കഴിച്ചു, 2 മക്കളുണ്ടായി. അവരൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി. ഞാനല്ലേ പറഞ്ഞു, ഞാൻ ഒന്ന് ഹണ്ട് ചെയ്ത് പിടിച്ചില്ല, വേട്ടയാടി പിടിച്ചില്ല. അതെല്ലാം ഇങ്ങനെ തളികയിലെടുത്ത് വെച്ചിരുന്ന പോലെ എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നാണ്. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോഴത്തേക്ക് ഓയിസ്കയിൽ കയറി. പിന്നെ അത് കഴിഞ്ഞ് 2 സ്കൂൾ CBSE സ്കൂളുകൾ തുടങ്ങാൻ പറ്റി. ഇതൊക്കെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ശരി തുടങ്ങിക്കളയാന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങായിരുന്നു. അല്ല, ഞാൻ ഈ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഹണ്ട് ചെയ്ത് പിടിക്കാൻ കഴിയാത്ത ആ വേട്ടയാടൽ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ എത്തി തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്ഥിതിക്കാരനാണ് ഞാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടുമെന്ന് അങ്ങ് ദൃഢമായിട്ട് വിശ്വസിച്ച് അങ്ങ് കിട്ടിയിരിക്കും സാർ. അതാണ്. അല്ല, നമ്മൾ പിടിച്ച് ഈ പർവ്വതത്തിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കയറുന്ന സൂട്ട് കേസുകാരനെ പോലെ ഒന്നും ആയിരുന്നില്ല ഞാൻ. അതങ്ങോട്ട് ചെയ്തു. ഏത് ജോലി ചെയ്താലും അതങ്ങോട്ട്. ഇപ്പോൾ ഓയിസ്കയുടെ ഞാനാണ് ഈ ഓയിസ്ക മിൽമ ടോപ്പ് ടീ എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടാക്കിയത്.
അപ്പോൾ അത് കഴിഞ്ഞ് മിൽമയെ കൊണ്ട് അത് സ്പോൺസർ ചെയ്ത് 2 ലക്ഷം രൂപയും തന്നു. അതിൻ്റെ ചിലവെല്ലാം അവർ വഹിക്കുന്നു. നമ്മൾ കേരളത്തിലെ മികച്ച കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു അവിടെ നടന്നത്. അവർക്കൊക്കെ സമ്മാനമൊക്കെ കൊടുത്ത് അവരെ അപ്പം അത് ചെയ്താൽ ഈ ഓങ്ങിയും താങ്ങിയും നിൽക്കില്ല. അതിലങ്ങ് മുഴുകി രസിച്ച് ഞാനങ്ങ് ഉല്ലസിച്ച് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന അപാരമായൊരു സന്തോഷം. ഉലകന്നാൻ സാറിന് കൗൺസിലിങ്ങും ഹിന്ദിയും പഠിച്ച് കിട്ടിയൊരു സന്തോഷമില്ലേ, ഓമന മാഡത്തിന് ഇംഗ്ലീഷ് പഠിച്ച് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതൊക്കെ ഒറ്റയ്ക്കുള്ള ധ്യാനിക്കലാണ്. പക്ഷെ ഞാനിത് ഏത് ചെറിയ കാര്യമാണെങ്കിലും അങ്ങ് ഉല്ലസിച്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഈ സ്ട്രഗ്ലിംഗ് ഇല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു എനിക്ക് കിട്ടിയിരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അത്ര തന്നെ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ സെഷൻ കേട്ടോ. ഇവർ ഒക്കെ മനസ്സിൻ്റെ താക്കോലിട്ട് ഇങ്ങനെ തുറന്ന് സ്വന്തം കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞതിലുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാർ. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് PK ദാസ് മെഡിക്കൽ കോളേജിൽ അവിടെ ഈ റിസർച്ച് ടീമിൽ കിട്ടുന്നത്. അവിടെ ഇപ്പോൾ അവരുടെ റിസർച്ച് കോർഡിനേറ്ററായിട്ട് MBBS പിള്ളേരെ പഠിപ്പിക്കുന്ന പണിയും കിട്ടി. അപ്പോൾ പണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അവരെ പഠിപ്പിക്കുന്ന ജോലിയുണ്ട്. അപ്പോൾ അതൊന്നും സ്വപ്നം കണ്ടതോ അല്ലെങ്കിൽ അത് എത്തണമെന്ന് പറഞ്ഞ് കഠിനാധ്വാനം ചെയ്തതൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ തളികയിൽ വെച്ച് കിട്ടുന്നത് ആസ്വദിക്കുന്ന ആളാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. സാറേ പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പിടിച്ചെടുക്കുന്നതല്ല, നാച്ചുറൽ സ്വതസിദ്ധമായി നമ്മുടെ കയ്യിൽ വരുന്നത്. പക്ഷെ അത് എത്തുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. നമ്മൾ പിടിച്ചെടുക്കുന്നതല്ല പാഷൻ, നമ്മുടെ കയ്യിൽ വരും. നമ്മുടെ ജന്മതലമായ തലത്തിൽ തന്നെ കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത്ര ഇപ്പൊ ഓമന ടീച്ചറാണെങ്കിൽ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സത്യം ഒരിക്കലും പിടിച്ചെടുക്കുന്നതല്ല. ഓക്കെ, ഗോകുമാർ സാർ. താങ്ക് യു സാർ. ഗോകുമാർ സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, മാഡം പറഞ്ഞ പോലെ പ്രായമായി കഴിഞ്ഞാല് നമ്മൾ വയസ്സായി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വയസ്സായി വരും. ഇപ്പൊ ഒരു വയസ്സൻ കസേര വീട്ടിലുണ്ടാവും. വയസ്സൻ കസേര തല്ലി പൊട്ടിച്ച് കളയണം ഉള്ള വീട്ടില് ജനങ്ങൾ ചെയ്ത്. അപ്പോൾ ഈ വയസ്സൻ കസേര കയറി ഇരുന്നോണ്ട് പെട്ടെന്ന് ദിവസവും തോറും പ്രായമായി വരും. ഇത് എന്റെ ഭാഷയാണെങ്കിൽ അങ്ങനെയല്ല. പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം കൃഷിയിലേക്കും പഠിത്തത്തിലേക്ക് കിട്ടാവുന്ന എല്ലാം മാക്സിമം നമ്മുടെ കഴിവനുസരിച്ച് പഠിക്കാവുന്ന എല്ലാം പഠിക്കുക. അലോപ്പതി ഒഴിച്ച് ബാക്കി എല്ലാ സിസ്റ്റവും പിന്നെ വൈദ്യത്തിന്റെ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ആരോഗ്യഭാരതി ഒരു സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൃഷിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട്. ഞാൻ സാബുസാറിന്റെ അടുക്കെ ഒരു വിളവെടുത്തിട്ട് വന്ന് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അത് മാക്സിമം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളാണ് കൂടുതൽ നടന്നത്. ഏതെങ്കിലും കിട്ടാനില്ലാത്ത ഔഷധ സസ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. എവിടെ പോയാലും ആദ്യം നോക്കുന്നത് വീടിനകത്തല്ല ഞാൻ നോക്കുന്നത്, പരിസരമായിരിക്കും ഞാൻ നോക്കുന്നത്. കാരണം എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ചെടികൾ വല്ലതും ഉണ്ടോ, മോട്ടിച്ചെടുക്കില്ല, അവരോട് ചോദിച്ചിട്ട് വാങ്ങിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ ഇല്ലാത്ത ചെടികൾ ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കും. ആവശ്യപ്പെട്ടവരെ ഞാൻ തരുന്നതായിരിക്കും. അത് ചെലവ് ഞാൻ വഹിച്ചോളാം. പക്ഷെ ഈ വയ്യാങ്കിലും ഞാൻ ഇപ്പോഴും നടന്നതൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടുകാര് താല്പര്യം ഇല്ലാന്ന് മാത്രമല്ല എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നതിന്റെ ഗുണമുണ്ട്, ഗുണവും ദോഷവും ഇതിനകത്ത് ഞാൻ കണക്കാക്കാറില്ല. നഷ്ടമായാലും ശരി തന്നെ മാക്സിമം ചെയ്യാന്നുള്ളേ ഉള്ളു. അതുകൊണ്ട് തന്നെ വയ്യാങ്കിലും ഞാൻ ദിവസവും ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി. ഇപ്പോഴത്തെ അവസരത്തിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിയ ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ്. എല്ലാ തരത്തിലുള്ള കറ്റാർ വാഴയുടെ തൈകളും ഗോകുമാർ സാറിന്റെ കയ്യിലുണ്ട്. ചുവപ്പുണ്ട് വലിയ വിലയുള്ളത്. ആൽകുമാർ സാറേ പറയും. അൺമ്യൂട്ട് ചെയ്യണേ. എന്തായാലും നല്ല ഒരു അടിപൊളി ക്ലാസ് ആയിരുന്നു ഓമന ടീച്ചർ നടത്തിയത്. എനിക്ക് ഓമന ടീച്ചറുടെ സ്നേഹം കൂടുതലാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു രാവിലെ 5:15 ഒരു ഇംഗ്ലീഷ് ക്ലാസ് കുറച്ച് നാൾ പോയി. ഞാൻ 3-4 ക്ലാസ് എടുത്തു, നിർത്തി. ഈ രാവിലെ പറ്റിയില്ല. എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓമന ടീച്ചർ. അവിടെ ടീച്ചർ പല രീതിയിലൊക്കെ എന്നെ ചോദിച്ചു മനസ്സിലാക്കി. എന്നെയൊക്കെ ആയിരുന്നു ജോലി. MA കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, ഞാനുള്ള സത്യമൊക്കെ പറഞ്ഞു. അവരുടെ മുമ്പിൽ വെച്ച് ഓമന ടീച്ചർ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പുകഴ്ത്തി. MA എക്കണോമിക്സ് ആണ്, MA സൈക്കോളജിയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൗൺസിലിംഗ് ഉണ്ട്, ചൈൽഡ് ഫാമിലി കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് LLB പഠിച്ചതാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്തു, പാസ്സായില്ല, അപ്പോൾ ജോലിയായി. പിന്നെ പ്ലാനിംഗ് ബോർഡിൽ കുറച്ച് നാളിരുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇരുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ പ്രൊമോഷൻ കിട്ടുമായിരുന്നു. പ്ലാനിംഗ് ബോർഡ് 1.5 വർഷം കൊണ്ട് റിസർച്ച് അസിസ്റ്റൻ്റ് റിസർച്ച് ഓഫീസറായി. ഉടനെ തന്നെ താമസമല്ല അസിസ്റ്റൻ്റ് ഡയറക്ടറായപ്പോൾ എൻ്റെ പാഷൻ കോളേജിലെ ഒരു അധ്യാപകനാകണം, ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാനൊരു ഗ്രാമപ്രദേശത്തിലാണ് ജനിച്ചു വളർന്നത്. ഇംഗ്ലീഷ് പറയാനുള്ള സാഹചര്യങ്ങൾ മണ്ണെണ്ണവിളക്കിൽ ഇരുന്നപ്പോൾ ഡിഗ്രി പാസ്സായത്. അപ്പോൾ അങ്ങനെ എന്നാലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, സംസാരിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് എനിക്ക് മാത്സിന് കൂടുതൽ മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് BSc കിട്ടി.
പിന്നെ എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടൊക്കെ പോയി പറയിപ്പിച്ച് പിന്നെ BA എക്കണോമിക്സ് ചേർന്ന് പിന്നെ MA എക്കണോമിക്സ് ആയി. അപ്പോൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാം. മാത്സ് വെക്കുമ്പോൾ അത്ര ഇംഗ്ലീഷ് പറയാറില്ല. അപ്പോൾ അതിൻ്റെ ആഗ്രഹമാണ് എനിക്ക് പിന്നെ കോളേജിൽ തന്നെ പോകാൻ നിർബന്ധിതനാക്കിയത്. അങ്ങനെ അത്രയും രംഗങ്ങളൊക്കെ വന്നു. ഓരോരുത്തരുടെയും പാഷനെ പറ്റി നമുക്ക് ചിന്തിക്കുവാനും അതെങ്ങനെ നേടിയെടുക്കണം. ഇപ്പം നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാതിരിക്കരുത്. നമുക്ക് ഇതുപോലെ അൾഷമേഴ്സോ ഡിമെൻഷ്യയോ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിനെ പഠനത്തിലേക്ക് ഉപയോഗിക്കണം എന്ന് ടീച്ചർ ഇവിടെ എടുത്തു പറയുകയുണ്ടായി. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 51 രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ അവിടുത്തെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണെന്ന് നമ്മുടെ ഓമന ടീച്ചർ പറയുകയുണ്ടായി. പിന്നെ ടീച്ചർ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് കൊണ്ട് രക്ഷപ്പെടാം, അത് സത്യമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റും ഇതുപോലുള്ള സംഗതികളൊക്കെ വന്നാൽ ഇംഗ്ലീഷിൻ്റെ പ്രയോജനമുണ്ട്. അപ്പോൾ എനിക്ക് ഈ രംഗത്തൊക്കെ വരാൻ സാധിച്ചത് എൻ്റെ ഫാദറും മദറും കൂടാതെ ചില ടീച്ചേഴ്സുണ്ട്, അവരെ ഒന്നും ഞാൻ മറക്കില്ല. അവരൊക്കെ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഈ പാഷൻ ഉണ്ടാക്കിയെടുക്കാനും ഒരു പാട്ടുകാരനാകണമെന്നും. പിന്നെ എനിക്ക് അന്നും ഇന്നും ഒത്തിരി പഠിക്കണം ഈ ഡിഗ്രികളൊക്കെ എടുത്ത് ഞാനും സാറും 1-2 വർഷമായിട്ട് ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് നൈറ്റ് ക്ലാസ് കോട്ടയത്ത് നിന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ സാറ് ഏറെ ഡിഗ്രി എടുത്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ. PG തന്നെ എന്തെല്ലാം കൊടുത്ത് ലാസ്റ്റ് PhD സാറും ഞാനും പഠിക്കുന്ന സമയത്താണ് സാറിന് PhD അവാർഡ് ചെയ്യപ്പെട്ടത്. അങ്ങനെ എല്ലാ രംഗത്തും എനിക്ക് ഒത്തിരി വരാൻ സാധിച്ചു. നമ്മുടെ പാഷനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ്. നമ്മൾ അതിനുവേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ആരൊക്കെ നമ്മളെ ഇടിച്ചു താഴ്ത്തിയാലും നമ്മളെ കൊച്ചാക്കി പറഞ്ഞാലും നമുക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയാലും നമ്മൾ അതിലൊന്നും താഴ്ന്നു പോകരുത്. നമ്മൾ ഉയർന്നു വരണം എന്നുള്ള കാര്യങ്ങൾ കൂടി ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി. സത്യമാണ് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഓരോരുത്തരുടെയും പാഷനെ പറ്റി ചിന്തിക്കുവാനും നമ്മൾ എവിടെയും വരെ ആയി ഇനി നമുക്ക് പോകാൻ സമയമുണ്ട്. ഒത്തിരി നമുക്ക് പ്രായമായെന്ന് പറയാൻ ഒക്കില്ല. ജസ്റ്റ് എ നമ്പർ. ഈ കൂടെ പറയുകയാണെങ്കിൽ പ്രായമുള്ള 1-2 പേരിൽ 2-3 പേരിൽ ഞാനും അതിൽ ഉൾപ്പെടുന്ന ആളാണ്. അപ്പോൾ അത്രയും പ്രായമൊക്കെ ഉണ്ട്. എനിക്ക് കുറേ കാലങ്ങൾ ആരോഗ്യ പ്രശ്നമുണ്ടായി. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആൻഡ് പവർഫുൾ ആയിത്തീരും. എനിക്കിതുള്ള എല്ലാ ഫീൽഡിലും ഇറങ്ങണം. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള ക്ലാസ്സുകളിലും ഏറെ കയറണമെന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെട്ടുകൊണ്ട് അവസാനം വരെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ട്. ഇതാണ് എന്നിൽ അവശേഷിച്ചിട്ടുള്ളത്. ടീച്ചറെ, എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുവാനും ഇത്രയും പറയുവാനും ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ് എനിക്ക് പ്രയോജനപ്പെട്ടു. അതുപോലെ സാറ് ഞാനുള്ള ബന്ധം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അത് ഏറ്റവും നല്ല ഫ്രണ്ടെന്നൊന്നും എടുത്ത് പറയാൻ പറ്റിയില്ല. കാരണം ഒത്തിരി പേര് ഇരിക്കുമ്പോൾ അങ്ങനെ പറയാനും ഒക്കെയില്ല. ഇതൊന്നും മറക്കുകയില്ല. എല്ലാവർക്കും വളരെ കൃതജ്ഞതയുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരോടും സ്നേഹമുണ്ട് എന്ന് ദൈവത്തിന് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എത്രയും എനിക്ക് പറയുന്നുള്ളൂ. എല്ലാവിധ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഓക്കെ സാർ. ഇനിയിപ്പോൾ ആരാ ഉള്ളത്? മനോജ് സാർ ഉണ്ടോ? ജോസഫ് സാർ, മാത്യു സാർ, ജോർജ് സാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. മനോജ് സാർ ഉണ്ടല്ലോ. മനോജ് സാർ ഉണ്ടോ? മനോജ് സാർ പിന്നെ കേൾക്കാം. തിരക്കിലായിരിക്കും. സാർ ട്രെയിനില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? വിജയ് മാസ്റ്റർ കേൾക്കാവോ? താങ്ക് യു സാബു സാർ. ഞാൻ ഓമന ടീച്ചറെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. പല മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു വയനാട്ടുകാരി അധ്യാപിക, നമുക്കൊക്കെ മാതൃക കാണിച്ചു തരുന്ന ഒരു വലിയ അനുഭവ സമ്പത്തുള്ള ഒരു ട്രെയിനർ. നമ്മുടെ സമയവും സമ്പത്തും കഴിവുകളും ഒക്കെ തന്നെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ മേഖലയിലും ഉപയോഗപ്പെടുത്തുക. അതാണ് ടീച്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്കൊക്കെ വിചാരിച്ചാൽ പലതും പഠിക്കാൻ കഴിയും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഓരോന്ന് വന്നു ചേരുന്നതാണ്. നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിലും നമുക്കതിനുള്ള അവസരങ്ങൾ നമ്മൾ മുമ്പിലെത്തും. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ
പ്രൈമറി അധ്യാപകനായി ജോലി ചെയ്ത ശേഷം ഹോമിയോപ്പതി പഠിക്കാനുള്ള ഒരു വലിയൊരു അവസരം കിട്ടി എനിക്ക്. എനിക്ക് വയറുവേദന ഉണ്ടായപ്പോൾ കോഴിക്കോട് ഫറൂഖിലുണ്ടായിരുന്നു ആർലി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഡോക്ടർ. അയാൾ ചാലിയാറിൻ്റെ തീരത്തെ ഒരു വീട്ടിൽ ഏകാന്തനായി താമസിക്കുകയായിരുന്നു അയാൾ. ഞാൻ അയാളെ സമീപിച്ചപ്പോൾ അയാൾ എന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മെഡിക്കൽ കോളേജിൽ പോയിക്കോളെന്ന് പറഞ്ഞു. അയാൾ ശരിക്കും മലയാളം സംസാരിക്കും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഹോമിയോ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇയാൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ അത്ഭുതമായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ അതൊക്കെ പരാജയപ്പെട്ട് അവസാനം സാറിനെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിപ്പെട്ടതാണ് സാറിന്. അങ്ങനെ അയാൾ ഇരിക്കാൻ പറഞ്ഞു. എന്നെ പരിശോധിച്ചു, മരുന്ന് എടുത്തു വന്നു. എൻ്റെ അസുഖം സുഖമായി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ കോട്ടയത്ത് പോയിട്ട് 3 മാസത്തെ ഹോമിയോപ്പതി കോഴ്സുണ്ട്. അവർക്ക് RMP സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്ത്. ഞാൻ അയാളോട് ഈ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അത് നിൻ്റെ മാനസിക ലക്ഷണങ്ങൾ നോക്കിയതാണ്. പെട്ടെന്ന് കോപം ഉള്ള ആളാണോ, സാഡ്നസ് ഉള്ള ആളാണോ? ഇങ്ങനെ ഹോമിയോപ്പതിയിൽ മെൻ്റൽ സിംറ്റംസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആർലി ഡോക്ടർ അതിൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമായി. ഞാനങ്ങനെ മെല്ലെ പതുക്കെ ഈ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ അടുത്ത് കൂടിയിട്ട് പുസ്തകങ്ങൾ വായിച്ച്, പിന്നെ വില കൊടുത്ത് പുസ്തകം വായിച്ച്, പിന്നെ അതിൻ്റെ വലിയ ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർ ആനിമാൻ, ഡോക്ടർ കെൻറ്റ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഡോക്ടേഴ്സൊക്കെ. ഇവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. എനിക്ക് ഭയങ്കര താല്പര്യമായി ഹോമിയോപ്പതിയിൽ. പിന്നീട് അതിൻ്റെ മരുന്നുകളൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ചികിത്സിക്കും. ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ചികിത്സാ സൗകര്യങ്ങൾ വളരെ കുറവായ ഗ്രാമീണ പ്രദേശമായിരുന്നു എൻ്റെ നാട്. അപ്പോൾ ഇത് വലിയൊരു ഉപകാരമായി നാട്ടുകാർക്കൊക്കെ. അവരൊക്കെ വലിയ താല്പര്യപ്പെടുന്നതിൻ്റെ അടുത്ത് വരും, മരുന്ന് വാങ്ങിപ്പോവും, പലർക്കും നല്ല സുഖമാവും. ഇതിൽ ഹോമിയോപ്പതി പ്രത്യേകത ഉണ്ട്. ഹോമിയോപ്പതിയിൽ പല മരുന്നുകളും അലോപ്പതിയിൽ കിട്ടാത്ത മരുന്നുകളാണ്. പല രോഗങ്ങൾക്കും അലോപ്പതിയിൽ ചികിത്സയില്ലാത്ത പല രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. സുഖമായി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മേഖലയിൽ എത്തിപ്പെടാനും കുറേയധികം അതിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷത്തിൻ്റെ കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ സാബു സാറിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ മേഖലയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുള്ള സമയം ഉപയോഗപ്പെടുത്തുക, പലതും നമുക്ക് പഠിക്കാൻ കഴിയും. അതിന് പ്രായമൊന്നും പരിധിയല്ല, പ്രായ പ്രശ്നമല്ല. നമുക്ക് വിൽ പവർ ഉണ്ടായാൽ സാധിക്കുമെന്നതില്ല തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഓമന ടീച്ചർ അതിൻ്റെ മാതൃകയാണ്. പിന്നെ ടീച്ചറോട് അഭ്യർത്ഥനയുള്ളത്, വയനാട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ചെടികളിലെ വീട് എവിടെയാണെന്ന് അറിഞ്ഞാൽ ചെടികൾ എനിക്കൊരു ചെടികൾ വളർത്തുന്നൊരു പൂന്തോട്ടങ്ങൾ താല്പര്യമുള്ള ആളാണ്. ടീച്ചറെ സമീപിക്കുമ്പോൾ ചെടികൾ എനിക്കും തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ. സാറേ, ഒരു പ്രശ്നമുണ്ട്. ഈ കോഴിക്കോട് ഈ വയനാട്ടിൽ വളരുന്ന ചെടികളൊന്നും കോഴിക്കോട് വളരത്തില്ല. വളരുന്നുണ്ട് സാർ. ഞാൻ അമ്പലവയലിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന ചെടികൾ ചിലതൊന്നും വളരില്ല. പൊതുവെ മടുപ്പാ അല്ലേ? ചിലത് വളരില്ല, ചിലതൊക്കെ ഉണ്ടാവും. യെസ്. ഓമന ടീച്ചർ കിട്ടിയാൽ ആ കൈക്ക് ഒരു കുരുത്തുണ്ടാവുമല്ലോ, അതുകൊണ്ട് വളരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ആണ്ടോ ചെടി മേടിച്ചെടുക്കാനുള്ള സൂത്രവിദ്യയാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായി. പാഷൻ്റെ തലങ്ങൾ, എൻ്റെയും പാഷൻ പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ പഠനത്തിൽ ഒത്തിരി ശ്രദ്ധിച്ചു. അതിനുശേഷം ജോലി ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി സൂത്രപരിപാടികളൊക്കെ ഈ വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം ജോലി ഇരിക്കുമ്പോൾ തന്നെ നേടിയതാണ്. അതിനുശേഷമാണ് റിട്ടയർമെൻറ്റിനോട് ചേർന്ന്, അല്ലെങ്കിൽ 2008 ആയ പോയി യാത്രകളുടെ ഒരു ഇത്. അപ്പം അങ്ങനെ ഒരു ബ്ലോഗൊക്കെ ഉണ്ട്, ഏകദേശം 2 ലക്ഷം പേര് കാണുന്ന ഒരു ബ്ലോഗുണ്ട്. ഇപ്പോൾ യാത്രകൾ പോകാറുണ്ട്, അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്, ആൾക്കാർ കാണാറുണ്ട്. അതിനുശേഷം പിന്നെ ജോലിയോട് തീരുന്ന ആ സമയങ്ങളിൽ ഒരു 5 വർഷക്കാലം ബൈബിൾ പഠിക്കാൻ വേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്തു, ഒത്തിരി പ്രസംഗിക്കാനൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പം പാഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എവിടെയാണോ കൂടുതൽ സന്തോഷം തോന്നുന്നത് അങ്ങോട്ട് എപ്പോഴും പാഷൻ ഒരു ചായ്വ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലൈവായിട്ടിരിക്കും. അതുകൊണ്ടാണ് എയും ബിയും സിയും ഡിയും എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള രീതികളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നു. പിന്നെ എവിടെ നിന്നാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ അപ്രിസിയേഷനും
അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ആകാനുള്ള ഒരു സാധ്യത കൂടി വരും. ഓക്കെ, അപ്പോൾ അത് വളരെ നല്ലൊരു സെഷനായിരുന്നു. എല്ലാവർക്കും അവരുടെ പാഷൻ തലങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉള്ളവരാണ് വിചാരിച്ചിട്ടുണ്ട്. മനോജ് സാർ എന്തെങ്കിലും പറയണോ? സാറേ, ഞാൻ വന്ദേ ഭാരതിലാണ് നമ്മുടെ ടീച്ചറുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുകയാണ്. ഈ കേട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നതാണ് ഏറ്റവും വലിയൊരു പാഠവും. അപ്പം ഞാൻ ഈ അതിന് വെളിയിറങ്ങി ഡോറിന്റെ സൈഡിൽ ടീച്ചറുടെ ഇന്നത്തെ ക്ലാസ് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ മോശമാകുമല്ലോ എന്നുള്ളൊരു കാരണത്തിൽ ഞാൻ പറയുന്നത്. ചിലപ്പോൾ വോയിസ് ക്ലിയർ ആകുന്നോണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേൾക്കാൻ പറ്റും കൃത്യമായിട്ട്? കേൾക്കാം, ക്ലിയർ ആണ്. കേൾക്കാം. അപ്പോൾ ഓമന ടീച്ചർ എന്ന് പറഞ്ഞ വലിയൊരു ഐ ഓപ്പണർ ആയിരുന്നു. ഈ ക്ലാസ് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രത്യേകിച്ച് നമുക്ക് വേണ്ട സ്കില്ലുകൾ, എസ്പെഷ്യലി ലാംഗ്വേജ്, പലർക്കും അത് എന്താണ് ഒരു ഗൈഡൻസ് ആയിരുന്നു. ഇംഗ്ലീഷിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പ്രാധാന്യം വളരെ കറക്റ്റ് ആയിരുന്നു. ഞാൻ ഒട്ടനവധി കൺട്രികളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്, ജോലി ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് 10ഓളം രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് ഞാനായിട്ട് ചെറുപ്പത്തിലൊക്കെ കേൾക്കാൻ പോയിട്ട് ഭാഷ പഠിക്കാനായിട്ട് എന്നെ ഒരുപാട് എന്താണ് സഹായിച്ചിട്ടുണ്ട് പല. പക്ഷെ ഞാൻ ഈ അറബ് രാജ്യങ്ങളിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്. അറബിക്ക് പറയാനായിട്ട് എനിക്കിപ്പോഴും അറിയില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. കാര്യം വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ഇംഗ്ലീഷ് പറയുമായിരുന്നു ഉള്ള സൗകര്യം. പക്ഷെ അത് കാരണം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണലി ഒരുപാട് മെച്ചങ്ങൾ കിട്ടാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഒരു ഓപ്പൺ ഒരു ഡോറാണല്ലോ എല്ലാവരുടെയും വായതാനും. ഈ പറഞ്ഞ ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ടുള്ള അറിവ് മറ്റുള്ള കാര്യങ്ങളോടൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണോ? ഈ കേരളത്തില് ഈ പഠിച്ചു വളർന്നിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യം കിട്ടും. പല ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സാവുന്ന കുട്ടികൾക്ക് പോലും പക്ഷെ ലാംഗ്വേജ് അവർക്ക് ഒരു പ്രശ്നമാണ്. ഇന്റർവ്യൂകളിലൊക്കെ തോക്കുന്നതിന്റെ കാര്യം ശരിക്കും പറഞ്ഞില്ല. ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ പോകുമ്പോൾ വാട്ട് വി സ്പീക്ക് കൗണ്ട്സ് എ ലോട്ട്. അപ്പൊ അതിന് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ടീച്ചറൊക്കെ ക്ലാസ് പഠിക്കാൻ ടീച്ചർ കോഴ്സിനൊക്കെ പോയി. അതുപോലെ അനിൽകുമാർ സാറിനെ കേട്ടു, സാബുസാറിനെ പറയുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഇതിനെ കുറിച്ചുള്ള ഈ പഠനം അത്യാവശ്യപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മോഹൻലാൽ സാറിനെ കേട്ടു, സാറിന്റെ ഭാഷയെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ മറ്റുള്ള എന്തും ഇത് മാത്രമല്ല ഈ ഭാഷകളിൽ പലതുണ്ട്. അതൊക്കെ റിട്ടയർമെന്റ് ഒന്നും അതിനൊന്നും പ്രശ്നമല്ല. റിട്ടയർമെന്റ് ഒന്നിനും ഒരു ബാരിയറല്ല. കാര്യം അപ്പോഴാണ് നമ്മൾ എല്ലാത്തിനും ഫ്രീ ആവുന്നതും ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അതാണ് ഇപ്പൊ പലരും ഇത് കേട്ടല്ലോ. ഗോപാൽ സാറടക്കം പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് വലിയൊരു പഠനത്തിന്റെ തുടക്കമാണ്. അപ്പൊ അതിന് മോഹൻ ടീച്ചർ ഈ സെഷൻ വളരെയധികം ടീച്ചർ എല്ലാ മേഖലകളിലും പോയിട്ട് എല്ലാ ആക്ച്വലായിട്ടുള്ള പ്രോഗ്രസ് ഒക്കെ കൊണ്ടുവരുന്നത് എല്ലാവർക്കും നല്ലൊരു ട്രീറ്റ് ആണ്. താങ്ക് യു മോഹൻ ടീച്ചർ. നമുക്കൊക്കെ ഇത് വളരെ പ്രയോജനം ആയി. കേൾക്കുന്നവർക്ക് ഒരു പ്രയോജനമാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും. താങ്ക് യു മോഹൻ ടീച്ചർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അമന ടീച്ചർ, താങ്ക് യു. താങ്ക് യു സർ. സാറിന്റെ ഈ പ്ലാറ്റ്ഫോമും ഒരു പ്രചോദനമാണ്. കാരണം വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് കയറണം എന്നൊരു തോന്നൽ വരുന്നത് കൊണ്ട് എല്ലാവരും അതിനുവേണ്ടി മെനക്കെടുമല്ലോ. ഈ കോവിഡ് ഉണ്ടാക്കി തന്ന ഒരു ഗുണം കൂടിയായി. നല്ലൊരു സർവീസാണ്, കുഴപ്പമില്ല. നമുക്ക് പ്രയോജനകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സർവീസാണ്. താല്പര്യമുള്ളവർക്ക് ഇതിൽ കയറുന്ന സ്ഥിരമായി കയറുന്ന ആളുകൾക്ക് ഇതില്ലാതിരുന്നാൽ പെട്ടെന്ന് അങ്ങ് ഡിമായി പോകും. ഒരു അഡിക്ഷനായി മാറിയല്ലേ. ഓക്കെ, ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം കോമൺ ടീച്ചർ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ സാറിന്റെ പ്ലാറ്റ്ഫോം. പ്രത്യേകിച്ച് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സ്പെർട്ടൈസ്ഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് വന്നിട്ടൊരാള് ഇപ്പൊ അതൊന്നുമേ അല്ല ചെയ്യും ശരിക്കും പറഞ്ഞു.
അതിനുള്ള ഒരുപാട് ടോപ്പിക്സുകളൊക്കെ ഞാൻ ആ കാര്യത്തിൽ ചില ശ്രദ്ധ ഇപ്പൊ ചെല്ലുന്നത്. അത് കാരണം സാറിന്റെ ഈ മൈക്രോണിക് എന്ന് പറയുന്നത് ഇത്രമാത്രം എഫേർട്ട് ഈ പ്ലാറ്റ്ഫോം. ഞാനിപ്പോ എന്റെ ജോലിയുമായിട്ട് സമർപ്പമായിട്ടുള്ള ഒരു സെഷൻ ചെയ്യാറില്ല. പക്ഷെ അതിനേക്ക് ഒരു പ്രചോദനം എന്തെന്ന് തീർച്ചയായിട്ടും ഇപ്പോ ടീച്ചർ പറഞ്ഞതുപോലെ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ അതിന് സാറിന് പ്രത്യേക എന്റെ താങ്ക് യു. തന്നെയല്ല, മനോജ് സാർ അത് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്താനും അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനും ഒക്കെ ശ്രമിക്കും. ഇപ്പം ഇങ്ങനെ ഒരു മെൻറ്ററിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കും ഓട്ടോമാറ്റിക്കായിട്ട് താല്പര്യമുള്ളവർ എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ഞാൻ നോ എന്ന് പറയാറില്ല. ഏത് സാഹചര്യം വന്നാലും നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് മുന്നോട്ട് പൊക്കോളും. അത് അവരുടെ ഇപ്പം അമന ടീച്ചർ നോക്കൂ, അമന ടീച്ചറിൻ്റെ അമന ടീച്ചർ ടോക്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് എടുത്താൽ മതി. നമ്മുടെ ഒരു ഐഡന്റിറ്റിക്കുള്ള ഒരു ഇതായി അല്ലേ മനോജ് അല്ല, സാർ? അങ്ങനെ സാർ ഇട്ടപ്പം എനിക്ക് തന്നെ എടുക്കാത്തതും ഏതാന്ന് നോക്കാൻ പോലും എളുപ്പമുണ്ട്. അല്ലെ അതുവരെ അറിയത്തില്ല. പുതിയതിലേക്ക് മാറാനും പറ്റും. കാരണം ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് അറിയാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതായത് എടുത്തത് മനോജ് സാർ ഏതാന്ന് വലിയ മനസ്സിലാകാൻ എക്സാമ്പിൾ. ഒത്തിരി എളുപ്പമായി. അതെ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ Thank you, മുന്നോട്ട് പോവാം. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്.